കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കെമിക്കൽ പ്രോസസ് സിസ്റ്റത്തിന്റെ ഒറ്റ പ്രോപ്പർട്ടീസും കോൺസ്റ്റന്റ് വാല്യൂ നിന്ന് മാറുന്നില്ല. ഇവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ കോഷ്യന്റ് Q ഈസ് ദ റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസ്റ്റന്റ് കൂട്ടുമ്പോഴും പ്രൊഡക്റ്റ് കുറയ്ക്കുമ്പോഴും ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഷെങ്കൻ കൺട്രിയിലേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണോ നിങ്ങൾ? ഷോർട്ട് ടേം കോഴ്സിലൂടെ യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ് മാൾട്ട. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിപ്ലോമാസ് മാൾട്ടയിൽ അവൈലബിൾ ആണ്. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഈസ് ദേ ഓഫർ മൾട്ടിപ്പിൾ ഇൻടേക്സ് വിച്ച് മീൻസ് ദർ ഇസ് എൻ ഇൻടേക്ക് ഇൻ എവറി 2 months. എല്ലാ 2 മാസം കൂടുമ്പോഴും അവിടെ ഇൻടേക്സ് അവൈലബിൾ ആണ്. ആൻഡ് ദ തിങ് ഈസ് ദർ ഇസ് ഓൺലി ലിമിറ്റഡ് സീറ്റ്സ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. കോൺടാക്ട് ബ്രൈറ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാനുണ്ടോ? കേൾക്കാനുണ്ടല്ലേ? കാണാനില്ലേ? ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ഇന്ന് നമ്മുടെ 3rd ക്ലാസ് ആണല്ലേ, 3rd ചാപ്റ്ററിലേക്ക് എത്തുകയാണ് കേട്ടോ. 3rd ചാപ്റ്റർ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അതും +1 പോർഷൻ തന്നെയാണ് കേട്ടോ. അതും +1 പോർഷൻ ആണ്. ഓക്കെ, ടീച്ചർ പറയട്ടെ പിള്ളേരെ? ഇക്വിലിബ്രിയം കേട്ടോ പിള്ളേരെ, ഇക്വിലിബ്രിയം ആണ് കേട്ടോ. ഇക്വിലിബ്രിയം എന്താ? ഇക്വിലിബ്രിയം എന്ന് വെച്ചാല് എന്താണ് ഇക്വിലിബ്രിയം? എന്താ ഇക്വിലിബ്രിയം? എന്താ ഇക്വിലിബ്രിയം? എന്താ ഇക്വിലിബ്രിയം? ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്നു. ഓക്കെ, ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇത്രയുള്ള പിള്ളേരെ. അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ. റേറ്റ് ആണ് കേട്ടോ. ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആവാന്നല്ല, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മള് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക കേട്ടോ. അതാണ് ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയം എന്തായാലും എന്താണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയാം. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ് മക്കളെ? എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് are equal. remains constant കേട്ടോ പിള്ളേരെ? കോൺസ്റ്റന്റ്, നോട്ട് ഈക്വൽ. ഈക്വൽ ആവാം, ഈക്വൽ അല്ലാതിരിക്കാം, പക്ഷെ എന്തുണ്ടായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈക്വൽ ആവാം, ഈക്വൽ അല്ലാതിരിക്കാം, പക്ഷെ എന്തായിരിക്കണം? നിർബന്ധമായിട്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കേണ്ട ആര്? കോൺസെൻട്രേഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റും അതുപോലെ തന്നെ എന്താണ് പിള്ളേരെ? കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ടും അതുപോലെ തന്നെ റേറ്റ് ഈക്വൽ ആയിട്ടും വരുമ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കൽ പ്രോസസ്സിലും കെമിക്കൽ പ്രോസസ്സിലും ഇക്വിലിബ്രിയംസ് ഉണ്ടാവും കേട്ടോ. ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ് ടേക്ക് പ്ലേസ് ഇക്വിലിബ്രിയം എന്നാണ് കേട്ടോ കണ്ടീഷൻ. അപ്പോ അതില് ഫിസിക്കൽ പ്രോസസ്സുകളിൽ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്. ഒരു മെഷറബിൾ പ്രോപ്പർട്ടി ആണ്. ഇതിലുള്ള ഏതൊരു മെഷറബിൾ പ്രോപ്പർട്ടീസും എന്താണ്? കോൺസ്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും കേട്ടോ. ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ബിക്കം കോൺസ്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം. അതായത് ഒരു ഫിസിക്കൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫിസിക്കൽ വോയിസ് ക്ലിയർ അല്ല എന്നാണോ പറയുന്നത്? വോയിസ് ക്ലിയർ അല്ലായിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആണ് സർ. ഓക്കേടാ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഫിസിക്കൽ പ്രോസസ് നടക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ H2O എന്ത് ചെയ്യാണ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് കൺവേർട്ട് ടു H2O ലിക്വിഡ് സ്റ്റേറ്റ്. നമുക്ക് പറയാം മെൽറ്റിംഗ് എന്ന് പറയാം അല്ലെ. സോ ഇത് ബാക്കിലേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്.
അപ്പൊ റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് ഇത് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ മാത്രമാണ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷൻ. അങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫിസിക്കൽ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അതായത് സ്റ്റേറ്റുകൾ മാറുക. സ്റ്റേറ്റ് മാറാന്ന് വെച്ചാല് സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആവുക, ലിക്വിഡ് സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് ആവുക, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുക. അങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റുകൾക്ക് ചേഞ്ച് വരുമ്പോഴാണ് ഫിസിക്കൽ പ്രോസസ് വരിക. അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കില്ല, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു റിയാക്ഷൻസിൽ മെഷർ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഇക്വിലിബ്രിയത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. The equilibrium can be established only in the case of closed system. Only in the case of closed system. കേട്ടോ, ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് equilibrium എപ്പോഴും എന്ത് ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുക. equilibrium അറ്റൈൻ ചെയ്യാൻ ഓൺലി അറ്റ് ദ ക്ലോസ്ഡ് സിസ്റ്റം. എപ്പോഴും അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് equilibrium അറ്റൈൻ ചെയ്യിക്കാനായിട്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ്, equilibrium is always dynamic in nature. Always dynamic in nature. The process does not stop but change take place in forward direction and backward direction. അതായത് ഇപ്പൊ നമ്മൾ പറയില്ല, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയിരിക്കണം. അതായത് അത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മൂവബിൾ ആണ് കേട്ടോ, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചില ഡാൻസിന്റെ ഒക്കെ അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാൻസിന്റെ ഒക്കെ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ ഡൈനാമിക് ഹീറോസ്, ഡൈനാമിക് ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില റിയാലിറ്റി ഷോസിലൊക്കെ ഓരോ ടീമുകൾക്ക് പേരിടുന്ന കാണാം. അത് ഡൈനാമിക് മീൻസ് എപ്പോഴും മൂവബിൾ ആയിട്ട് ആക്റ്റീവ് ആയിട്ട് വരുന്നതാണ് അതിനർത്ഥം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും, എപ്പോഴും മൂവബിൾ ആയിട്ടുള്ളതായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. When equilibrium is attained for a physical process, it is characterized by constant value of one of its parameters at a given temperature. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതെന്തായിരിക്കണം എന്നാണ് പറയുന്നത്, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാം. അപ്പൊ ഗിവൺ ടെമ്പറേച്ചറിൽ നമ്മൾ ഏത് മെഷറബിൾ പ്രോപ്പർട്ടി ആണോ എടുക്കുന്നത് അത് കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് ഫിസിക്കൽ പ്രോസസ് കേട്ടോ. ഇനി അടുത്തത്, the magnitude of the constant value of a concentration related expression given in the indications of the extent to which the reaction proceeds before attaining equilibrium. അതായത് ഈ ഒരു എന്താ പറയാ, നമ്മളൊരു എന്താണ് ഇതിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്ന് പറയുന്നത് കോൺസെൻട്രേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതെന്താണ്, ഈ ഇൻഡിക്കേഷൻസ് ഓഫ് എക്സ്റ്റെന്റ് ഓഫ് വിച്ച്, എത്രത്തോളം ഈ റിയാക്ഷൻ എത്തും അല്ലെങ്കിൽ എത്രത്തോളം റിയാക്ഷൻ എത്തിക്കാം എന്നതിനെ നമുക്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്യാനായിട്ട് പറ്റും ഇക്വിലിബ്രിയം എത്തുന്നേക്കാൾ മുമ്പെന്നാണ് പറയുന്നത്. സോ ജസ്റ്റ് മക്കളെ ഇതിലെ ടീച്ചർ പറയുന്ന ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ മാത്രം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈൻഡിൽ കയറ്റിയാൽ മതി. കാരണം കുറെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ് എന്റെ മക്കളെ എന്ത് ചെയ്യേണ്ടത്, മാക്സിമം അത് എന്ത് ചെയ്യേണ്ടത്, മണ്ടയിലേക്ക് ആക്കേണ്ടത് കേട്ടോ. അതായത് ഈ ഫിസിക്കൽ പ്രോസസ്സിൽ എന്താണ് മക്കളെ, ഫിസിക്കൽ പ്രോസസ്സിന്റെ കാര്യത്തിൽ എപ്പോഴും മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും കേട്ടോ. ഇക്വിലിബ്രിയം ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ഓൺലി എവിടെയായിരിക്കും മക്കളെ, ഇക്വിലിബ്രിയം എപ്പോഴും ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമാണ് നടക്കുന്നത് കേട്ടോ. ഇക്വിലിബ്രിയം ഈസ് ഓൾവേസ് ഡൈനാമിക് ഇൻ നേച്ചർ. എപ്പോഴും ഡൈനാമിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായിരിക്കും മക്കളെ, ഇവിടുത്തെ ഇക്വിലിബ്രിയത്തിന്റെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഗിവൺ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും മക്കളെ, കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. ഈ പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്, ഈ പോയിന്റ്സ് ആണെന്ന് മണ്ടയിൽ കയറ്റേണ്ടത് കേട്ടോ. ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ഇതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഫിസിക്കൽ പ്രോസസ്സുകളൊക്കെ വളരെ എന്താണ് മക്കളെ, റയർ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഓൾവേസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് എപ്പോഴും നടക്കാറ് അല്ലെ. അപ്പോ അങ്ങനെ കെമിക്കൽ പ്രോസസ്സുകളിലുള്ള എന്താണ് നമുക്ക് കണ്ടീഷൻസ് ആണ് ഇനി അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ദാറ്റ് മീൻസ് എന്താണ് പിള്ളേരെ, നമ്മള് എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് കെമിക്കൽ പ്രോസസ്. കെമിക്കൽ പ്രോസസ്സുകൾ, കെമിക്കൽ പ്രോസസ്സിൽ എന്ത് ചെയ്യാണ് പിള്ളേരെ, എന്താണ് ഇവിടെ ഉണ്ടാകുന്ന എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം എന്നാണ് നോക്കാനുള്ളത് കേട്ടോ. നോക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ബിക്കം കോൺസ്റ്റന്റ്, എന്താണ് റിമെയിൻസ് എന്താണ് അൺചേഞ്ച്ഡ് എന്താണ് ആഫ്റ്റർ എന്താണ് മക്കളെ, ഏതൊരു റിയാക്ഷൻസും നടക്കുമ്പോൾ അതിന്റെ എന്ത് സംഭവിക്കുന്നില്ല, സിസ്റ്റത്തിന്റെ ഒറ്റ പ്രോപ്പർട്ടീസും കോൺസ്റ്റന്റ് വാല്യൂയിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം ബിക്കംസ് കോൺസ്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം കേട്ടോ പിള്ളേരെ.
The equilibrium can be established only in the case of closed system. അത് അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ. Equilibrium can be approached from either side. കേട്ടോ, എന്താണ് equilibrium can be approached from either side. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും equilibrium അറ്റൈൻ ചെയ്യാൻ പറ്റും. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കോ ഫോർവേഡ് റിയാക്ഷനിൽ നിന്നോ എന്ത് ചെയ്യാം, equilibriumത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത്, എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഇത് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഒരിക്കലും ഒരു കാറ്റലിസ്റ്റിനെ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ചേഞ്ച് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളോ, അല്ലാതെ ഒരിക്കലും ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഓൾട്ടർ ചെയ്യാൻ, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ കെമിക്കൽ ഇക്വിലിബ്രിയം ലൈക്ക് എന്തെങ്കിലും പോലെ ഫിസിക്കൽ ഇക്വിലിബ്രിയം പോലെ തന്നെയാണ്. അത് എപ്പോഴും പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇരിക്കുക. ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ മാത്രമാണ് നടക്കുക. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. കാറ്റലിസ്റ്റുകൾ ഡസ് നോട്ട് എന്താണ് ഓൾട്ടർ ദ ഇക്വിലിബ്രിയം പോയിന്റ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ് മിസ്, ക്ലിയർ ആണ്. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ചേർത്ത്. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിനെ ടീച്ചർ എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയം എന്റെ മക്കൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇക്വിലിബ്രിയം എന്താണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിള്ളേരെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ടീച്ചർ വീണ്ടും ഒരു ഇക്വിലിബ്രിയം പറയുകയാണെങ്കിൽ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി എന്താണ് പിള്ളേരെ, എന്താണ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? അത് കിട്ടിയോ നിങ്ങൾക്ക്? റേറ്റ് ഓഫ് ഫോർവേഡ്, കേട്ടോ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ആണ്. എന്താണ് പിള്ളേരെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, റിയാക്ടന്റ് ചേഞ്ചസ് ടു പ്രൊഡക്റ്റ്. കേട്ടോ, റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഫോർവേഡ് റിയാക്ഷൻ. കേട്ടോ, ഇനി എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിള്ളേരെ, പ്രൊഡക്റ്റ് റിയാക്ടൻസ് ആയിട്ട് വരികയാണെങ്കിലാണ് ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതറിയായില്ലല്ലോ, അതറിയായില്ലല്ലോ, അറിയാം. ഓക്കെ, അപ്പോ ആക്ച്വലി ഒരു റിയാക്ടന്റ് മുന്നിലേക്കും ഒരു റിയാക്ടന്റ് ബാക്കിലേക്കും നടന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ആ സിറ്റുവേഷൻ, ഈ ഡബിൾ ആരോ കാണിക്കുക എപ്പോഴും നമ്മൾ എവിടെയാണ്, റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ്. എവിടെയാണ് പിള്ളേരെ? റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ്. ഓക്കെ, റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാണ്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ എപ്പോഴാണോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആകുന്നത്, അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ പിള്ളേരെ? അപ്പൊ ടീച്ചർ ഗ്രാഫ് ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് വിചാരിക്കുക പിള്ളേരെ, എന്താണ്, റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, റേറ്റ് ഉണ്ട്, ടൈം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ടൈം പ്രോഗ്രസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുന്നു പിള്ളേരെ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കുറഞ്ഞു വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ റേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. ദെൻ പ്രൊഡക്റ്റ് ഇങ്ങനെ കൂടി വന്നിട്ട് ദെൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോവാന്ന് വിചാരിക്കാം. അപ്പൊ നോക്കണം പിള്ളേരെ, ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടോ? കേട്ടോ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ ഉണ്ടാവണേ, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഏരിയ കോൺസ്റ്റന്റ് അല്ലേ കാണിക്കുന്നത്? കേട്ടോ, കോൺസ്റ്റന്റ് അല്ലേ കാണിക്കുന്നത്? പിന്നെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, അതായത് ഇത് ടീച്ചർ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, ഇത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂടാ, രണ്ടും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ. ആ ഒരു പോയിന്റ് മാത്രമല്ലേ ഇക്വിലിബ്രിയം ഉള്ളൂ. കേട്ടോ, മനസ്സിലായോ? അതായത് ഈ ഒരു ഗ്രാഫിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ഒന്നും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എന്തല്ല, ഈക്വൽ അല്ല. മനസ്സിലായോ? കേട്ടോ, അപ്പോ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലെ ഏത് ടൈമിലാണ്, എപ്പോഴാണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്നത്, അതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബാക്കി സ്റ്റേറ്റ് ഒന്നും ഇക്വിലിബ്രിയം അല്ല. കേട്ടോ, ബാക്കി സ്റ്റേറ്റ് ഒന്നും എന്താ മക്കളെ, ഇക്വിലിബ്രിയം അല്ല. സോ സെയിം ഗ്രാഫ് ടീച്ചർ എന്ത് ചെയ്യാന്ന് വെച്ചാല് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ടീച്ചർ ഗ്രാഫ് ഒന്നും ഇങ്ങനെ നമുക്ക് വേറെ രീതിയിലാണ് കിട്ടിയെന്ന് വിചാരിക്കുക. കേട്ടോ, ഇവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഗ്രാഫ് ഉണ്ട്. ഇത് റേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ടൈം ആണ്. കേട്ടോ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ടൈം ഇങ്ങനെ പോകുന്നതോറും എന്ത് ചെയ്യാണ്, കേട്ടോ, എന്താണ് റേറ്റും ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതിൽ ഇക്വിലിബ്രിയം എവിടെയാ വരാ മക്കളെ നോക്കിയേ? ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഈ ഒരു ഏരിയയിൽ സെയിം അല്ലേ? ഈ ഏരിയയിൽ കുറെ സമയം ഈക്വൽ അല്ലേ?
അപ്പൊ ഇതായിരിക്കും എന്ത് പറയുന്ന മക്കളെ ഇക്വിലിബ്രിയം. മനസ്സിലായില്ലേ? അപ്പോ റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ എപ്പോഴാണോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ ആവുന്നത്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മാം ആദ്യത്തെ കേസിൽ ആ ഡോട്ട് വരുന്ന ഭാഗമാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ആ ഒരു മൈന്യൂട്ട് പോയിന്റ് മാത്രമേ ഇക്വിലിബ്രിയം ആയിട്ടുള്ളൂ. ആ ഒരു Okay. പോയിന്റ് മാത്രം കേട്ടോ. ബാക്കി എല്ലാ കേസിലും എന്താണ് നമ്മൾ പറയുമ്പോ ഈ രണ്ടാമത്തെ കേസിൽ അവിടുന്ന് ആ സ്ട്രേറ്റ് ലൈൻ മുഴുവൻ എന്താണ് അവിടെ കോൺസ്റ്റന്റും ആണ്, ഇവിടെ സെയിം ആണ്, ഈക്വൽ ആണ് കേട്ടോ. ഓക്കെ അപ്പൊ ടീച്ചർ മാറ്റുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കിയതാണ്, ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടീച്ചർ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ദർ ഇസ് എ റിയാക്ഷൻ. എന്താണ് മക്കളെ? എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ബി ഡി എന്ന് പറയുന്ന ജനറൽ റെപ്രസെന്റേഷൻ കാണിക്കുന്ന റിയാക്ഷൻ. ദർ ഇസ് എ ജനറൽ റിയാക്ഷൻ, ജനറൽ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇവിടെ ഈ സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് റെസ്പെക്റ്റീവ്ലി ആണ്. എയും ബിയും റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്, സിയും ഡിയും പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്ക് അതിനെ സ്റ്റോഷിയോമെട്രിക്കൽ കോഎഫിഷ്യൻസ് എന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ, ജനറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തരുകയാണെങ്കിൽ കേട്ടോ, ദർ ഇസ് എ ജനറൽ ആയിട്ടൊരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തരുകയാണെങ്കിൽ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ. കെ സി പിള്ളേർ നിങ്ങൾ ശ്രദ്ധിച്ചില്ല പിള്ളേരെ, ടീച്ചർ ഇവിടെ സി എടുക്കുകയാണ്. ടീച്ചർ ഇവിടെ സി എടുത്തു. ദാറ്റ് സി ഫോർ എന്താ പിള്ളേരെ? കോൺസെൻട്രേഷൻ. ആ സി എന്താണ് കൺസിഡർ ചെയ്യണത് പിള്ളേരെ? കോൺസെൻട്രേഷൻ. അപ്പോ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കെമിക്കൽ റിയാക്ഷനില് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ടേമില് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കെ സി. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കയ്യിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ റിയാക്ഷൻ കേട്ടോ പിള്ളേർ, നമ്മുടെ കയ്യിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ റിയാക്ഷൻ ചിലപ്പോ എന്താണ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ സെയിം ഫിസിക്കൽ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയത്തിലെ റിയാക്ടൻസും പ്രൊഡക്റ്റും എല്ലാവരും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. എന്താ വിളിക്കുക മക്കളെ? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പൊ ഒരു റിയാക്ഷനിൽ എല്ലാ റിയാക്ടൻസും പ്രൊഡക്ട്സും സിമിലർ സ്റ്റേറ്റിലാണ്, ഫിസിക്കൽ സ്റ്റേറ്റിലാണ് ഇരിക്കണമെങ്കിൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന സ്റ്റേറ്റില് ഈ പ്രിപ്പറേഷൻ ഓഫ് അമോണിയയില് നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഉണ്ടാകുന്ന അമോണിയയും ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഹോമോജീനിയസ് ഗ്യാഷ്യസ് റിയാക്ഷൻ ആണ്. കാരണം ഗ്യാസ് ഈസ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഹിയർ. ഓക്കെ, ഹോമോജീനിയസ് ഗ്യാഷ്യസ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം ആണ്. ഓക്കെ ആണോ? ഓക്കെ, യെസ്. ഇനി ടീച്ചർ അടുത്തൊരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ഡിഫറെന്റ് എന്ത് വരെയാണ് മക്കളെ? ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പൊ അവർ നമ്മൾ എന്താണ്? ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കും കേട്ടോ പിള്ളേരെ. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ CaCO3 ടീച്ചർ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. CaO + CO2 ആക്കി മാറ്റാമെന്ന് വിചാരിക്കുക. കാക്കോ3 ഓർമ്മയുണ്ട്? CaCO3 കാക്കോ3 അഥവാ കാൽഷ്യം കാർബണേറ്റ്, അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. കാൽഷ്യം ഓക്സൈഡ് KO എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് മക്കളെ? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. സോ സെയിം സ്റ്റേറ്റ് അല്ലല്ലോ. റിയാക്ടൻസിനും പ്രൊഡക്റ്റിനും സെയിം സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പോ സെയിം സ്റ്റേറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നും.
ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ് വരുന്നെങ്കിൽ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ കേട്ടോ. നോട്ട് ചെയ്തില്ലേ പിള്ളേരെ? നോട്ട് ചെയ്തില്ലേ? മാം. ആ ടീച്ചർ ക്ലിയർ ചെയ്യുന്നുണ്ടേ. യെസ്. ഇനി അടുത്തത് ടീച്ചർ പറയുകയാണെങ്കിൽ അപ്പൊ ഇക്വിലിബ്രിയം ഹോമോജീനിയസ് ഉണ്ട്, ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു. ഇനി ടീച്ചർ പറയാണ്, നിങ്ങളിപ്പോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സോളിഡ് സ്റ്റേറ്റിൽ ഏതെങ്കിലും റിയാക്ടറിന്റെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ 1 മോളാർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ ഒരു റിയാക്ടന്റോ പ്രൊഡക്റ്റോ ഉണ്ടെന്ന് വിചാരിക്കുക. ലിക്വിഡ് സ്റ്റേറ്റിൽ ഒരു റിയാക്ടന്റോ പ്രൊഡക്റ്റോ ഉണ്ടോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ നമ്മൾ എന്താണ് 1 മോളാർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കേട്ടോ വളരെ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻ വരികയാണ്, റൈറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻസ് എന്ന് പറയാൻ വിചാരിക്കുക. കേട്ടോ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരാണ്. ഫസ്റ്റ് വൺ N2 plus 3H2 gives 2NH3 ഒരു റിയാക്ഷൻ ഉണ്ട്. കേട്ടോ, നോക്കണം വളരെ. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ടീച്ചർ KC വെച്ച് KC ഈക്വൽ എന്താ വരിക? 3 raised to 2 divided by N2 into H2 raised to 3. ഓക്കെ, സിമ്പിൾ ആണ്. കാരണം ഇവിടെ ഇതൊരു ഗ്യാസി സ്റ്റേറ്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും സ്റ്റേറ്റ് ഇവിടെ തരും. ഇതൊക്കെ ഗ്യാസി സ്റ്റേറ്റ് ആണ്. എല്ലാവരുടെയും സ്റ്റേറ്റ് ഇവിടെ തരും. ഓക്കെ, സിമിലർ ആസ് നെക്സ്റ്റ് വൺ CaCO3 gives CaO plus CO2 ആണെന്ന് വിചാരിക്കുക. CaO plus CO2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, CaO plus CO2 ആണെന്ന് വിചാരിക്കുക. ഇത് സോളിഡ് ആണ്. ടീച്ചർ പറഞ്ഞു ഇത് സോളിഡ് ആണ്. CaO. ആ പറയൂട്ടാ. കളർ ചേഞ്ച് ചെയ്യണോ? ഓക്കെ, കളർ ചേഞ്ച് ചെയ്യാലോ. വൈറ്റ് മതിയോ? യെല്ലോ കുഴപ്പമുണ്ടോ? വൈറ്റ് മതി. വൈറ്റ് മതിയോ? ഓക്കെ ഓക്കെ ഏട്ടാ. കോൺസെൻട്രേഷൻ ഓഫ് CO2 വരും അല്ലേ? ആ, കോൺസെൻട്രേഷൻ ഓഫ് CO2. ഓക്കെ, നോക്കടാ. അതായത് നമ്മൾ നോക്കിയേ, നമ്മുടെ കയ്യിൽ KC എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ വരിക? നോക്കിയേ, എന്ത് വരും? പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് CaO വരും ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 വരും ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CO3 വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കാർബോത്രിയും COയും ഇരിക്കുന്നത് എന്താ? കാൽഷ്യം കാർബണേറ്റും COയും ഇരിക്കുന്നത് എന്ത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. സോളിഡ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ഏതെങ്കിലും റിയാക്ടൻസോ പ്രൊഡക്റ്റോ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ എത്രയാവും ടീച്ചർ പറഞ്ഞേ? 1. അപ്പോ യെസ്, അപ്പൊ ഇറ്റ്സ് ബിക്കം ഇത് 1 ആയില്ലേടാ, ഇത് 1 ആയില്ലേടാ. കേട്ടോ, അപ്പൊ അത് രണ്ടും 1 ആയ സ്ഥിതിക്ക് നമുക്കത് ക്യാൻസൽ ചെയ്ത് പോയില്ലേടാ, 2 പോയില്ലേ? ഓക്കെ, അപ്പൊ KC എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ വരുള്ളൂ? കോൺസെൻട്രേഷൻ ഓഫ് CO2. മനസ്സിലായോ? മനസ്സിലായോ? അതായത് സോളിഡോ ലിക്വിഡോ സോളിഡോ വരാണെങ്കിൽ അവരെ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. മനസ്സിലായോ? ലിക്വിഡോ സോളിഡോ വരാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതാണ് കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. സോ ടീച്ചർ ഓർഡറിനും കൂടി ടീച്ചർ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യില് എന്തുണ്ടെന്ന് വിചാരിക്കുക? H2O. കേട്ടോ, H2O ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ്? H2 പ്ലസ് ഹാഫ് O2 ഉണ്ട് കേട്ടോ. H2 പ്ലസ് ഹാഫ് O2 ഉണ്ട്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് കേട്ടോ. ഇത് ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ KC വരെന്താ? KC വരെന്താ? H2 into O2 raised to half. H2 concentration H2 into concentration of O2 raised to 1/2. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ H2O എഴുതണോ? H2O ലിക്വിഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. ഡിവൈഡ് ബൈ H2O നമുക്ക് എഴുതണ്ട. ഓക്കെ, യെസ് കേട്ടോ. അതാണ് ടീച്ചർ അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ KC കിട്ടിയെന്ന് വിചാരിക്കും ടീച്ചർ. KC കിട്ടിയെന്ന് വിചാരിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ദ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് KC. ഓക്കെ ആണോ?
യെസ് മിസ് ഓക്കെ ആണ്. യെസ് ഓക്കെ അല്ലേ? ആ ഓക്കെ ആണ്. ഓക്കെ യെസ്. ഇനി നമ്മള് ഗ്യാസസ് റിയാക്ഷനെ മാത്രമായിട്ട് നമ്മളൊരു കൺസെപ്റ്റ് പറയാണ്. ഗ്യാസസ് റിയാക്ഷൻ മാത്രമായിട്ട്, അതായത് ഫോർ എ ഗ്യാസസ് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഒരു ഗ്യാസസ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം കേട്ടോ. ഫോർ എ ഗ്യാസസ് റിയാക്ഷൻ, സെയിം റിയാക്ഷൻ ഇവിടെ എല്ലാവരും, ഇവിടെ എ ഗ്യാസ് ആണ്, ബി ഗ്യാസ് ആണ്, സി ഗ്യാസ് ആണ്, ഡി ഗ്യാസ് ആണ്. സോ എവറി റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഗ്യാസസ് സ്റ്റേറ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ KCs becomes 2 അല്ലെങ്കിൽ KPs becomes 2 അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് becomes 2. ശ്രദ്ധിക്കാട്ടോ. അതായത് AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD എന്ന് പറയുമ്പോ, സോ എപ്പോഴും ഇക്വിലിബ്രിയം ഗീവ്സ് ആണ് കേട്ടോ പിള്ളേരെ. ചിലപ്പോൾ ഡബിൾ ഇടാൻ മറക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അത് കേട്ടോ. അപ്പൊ AA പ്ലസ് BB ഗീവ് CC പ്ലസ് DD എന്ന് പറയുന്നതില് ഇതിൽ എല്ലാവരും ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഹോമോജീനിയസ് ഗ്യാഷ്യസ് റിയാക്ഷൻ പറഞ്ഞൂടെ കേട്ടോ. അപ്പോ ഇവിടെ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷനും എടുക്കാം, അതുപോലെ തന്നെ പ്രഷറും എടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് പ്രഷർ ആണ് തന്നിരിക്കണേന്ന് വിചാരിക്കാം. പ്രഷർ തരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രഷർ തരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ KP ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ ഓഫ് C raised to C into പ്രഷർ ഓഫ് D raised to D divided by pressure of A raised to A into പ്രഷർ ഓഫ് B raised to B എന്ന് എടുത്താൽ മതി. മനസ്സിലായോ? 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 യെസ് മിസ്. യെസ് മിസ്. ഓക്കെ കേട്ടോ. അതാണ് ചിന്തിക്കേണ്ടത്. സോ ഇതില് PA, PB, PC and PD are the partial pressures of എന്താണ് ഗ്യാസസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മക്കളെ നമുക്ക് അതിനെ ഓഫ് A, B, C and D റെസ്പെക്റ്റീവ്ലി കേട്ടോ പിള്ളേരെ. പാർഷ്യൽ പ്രഷേഴ്സ് ആണ് അവിടെ കാണിക്കുന്ന എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഒക്കെ പാർഷ്യൽ പ്രഷറുകളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, പാർഷ്യൽ പ്രഷേഴ്സ് തരും. ഇനി പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് A is equal to ടോട്ടൽ പ്രഷർ ഓഫ് A, ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A ചെയ്താൽ മതി. അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് B കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് B ചെയ്താൽ മതി. പാർഷ്യൽ പ്രഷർ ഓഫ് C കണ്ടുപിടിക്കാൻ P ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് C ചെയ്താൽ മതി. പാർഷ്യൽ പ്രഷർ ഓഫ് D കണ്ടുപിടിക്കാൻ P ടോട്ടൽ ഇൻറ്റു എന്താ മതി? മോൾ ഫ്രാക്ഷൻ ഓഫ് D ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, എന്നാലും ഐഡന്റിഫൈ ചെയ്ത് വെക്കാനായിട്ടാണ് കേട്ടോ. PA, PB, PC, PD എന്ന് പറയുന്നതൊക്കെ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ABCD ആണ്, റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, കൈ A, കൈ B, കൈ C, കൈ D അറിയാലോ, മോൾ ഫ്രാക്ഷൻസ് ആണ്. P ടോട്ടൽ ആണ് PT എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ ഗംഗ? യെസ് മിസ്. യെസ് മാം കറക്റ്റ് ആണ്. ഓക്കെ കേട്ടോ. അപ്പൊ സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ടീച്ചർ വന്നത്. അപ്പൊ നിങ്ങൾ നോക്കണ പിള്ളേരെ, ഇവിടെ ഈ P കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ആരാണ്? ഇൻ ദ ടേംസ് കൺസേൺ വിത്ത് എന്താ പിള്ളേരെ? പ്രഷർ കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ദ ടേംസ് ഓഫ് പ്രഷർ. KC ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ദ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? KP KC കിട്ടിയില്ലേ? KP KC കിട്ടിയില്ലേ? യെസ്. നെക്സ്റ്റ് ടീച്ചർ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കാം, നമ്മള് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD എന്ന് പറയുന്ന റിയാക്ഷന്റെ K ആണെന്ന് വിചാരിക്കുക. ഇതിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, KC ആൻഡ് KP. KC ആണെങ്കിൽ C raised to C, D raised to D divided by A raised to A into B raised to B. Okay. KP ആണെങ്കിൽ KP is equal to എന്താ മക്കളെ? PC raised to C, PD raised to D, PA raised to A, B raised to B. ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് രണ്ട് ടേംസിൽ എഴുതാം, in the terms of pressure and in the terms of concentration. Okay അല്ലേ? Okay അല്ലേ? യെസ് മാം. യെസ് മാം ഓക്കെ ആണ്.
ഓക്കെ. ഇനി ഇതിന്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ പിള്ളേരെ വളരെ സിമ്പിൾ ആണ്. യൂണിറ്റ് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ കേട്ടോ, ഇത് ഹോമോജിനസ് ഗ്യാസസ് റിയാക്ഷൻ ആണ്. ഇനി ഇവിടുത്തെ യൂണിറ്റ് പറയുകയാണെങ്കിൽ എന്താ വരിക മക്കളെ? യൂണിറ്റ് വരികയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ റേസ് ടു സി പ്ലസ് ബി സോറി സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതില് സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്നതിന് നമ്മൾ എഴുതാണ് ഡെൽറ്റ എൻ ജി, നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ മക്കളെ. നമ്പർ ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റും നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്ത ഡെൽറ്റ എൻ ജി. മനസ്സിലായോ? അത് മനസ്സിലായോ? മനസ്സിലായോ? യെസ് മാം. അപ്പോ നിങ്ങൾ നോക്കുക. കെ സിയുടെ യൂണിറ്റ് പറയുകയാണെങ്കിൽ അപ്പൊ എന്താ വരിക? മോള് ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു ഡെൽറ്റ എൻ ജി കേട്ടോ, അല്ലെങ്കിൽ മോളാർ റേസ് ടു ഡെൽറ്റ എൻ ജി, ഇതൊക്കെ യൂണിറ്റ് ആയിട്ട് വരും. ഇനി കെ പിയുടെ യൂണിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താ വരും മക്കളെ? എ ടി എം റേസ് ടു ഡെൽറ്റ എൻ ജി അല്ലെങ്കിൽ ബാർ റേസ് ടു ഡെൽറ്റ എൻ ജി, അത് യൂണിറ്റ് കേട്ടോ. അതായത് എന്താണോ പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്നത് അതിന്റെ മണ്ടയിൽ ഡെൽറ്റ എൻ ജി ഇട്ട് കൊടുത്താൽ യൂണിറ്റ് ആയി. ഓക്കെ, തെറ്റാണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ യെസ്. അപ്പൊ നോക്കുക, ടീച്ചർ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഫൈൻഡ് ദി യൂണിറ്റ് ഓഫ് കെ സി ആൻഡ് കെ പി ഫോർ ദ ഫോളോയിങ്. കേട്ടോ പിള്ളേരെ, കെ സി കെ പിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നോക്കുക. ഒന്നാമത്തെയാണ് എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് 2NH3 ആണെന്ന് വിചാരിക്കുക കേട്ടോ. സോ ഇവരെല്ലാവരും ഗ്യാസ് ആണ്, ഇവരെല്ലാവരും ഗ്യാസ് ആണ്. അപ്പോ കെ സിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ വരിക മക്കളെ? മോൾ ലിറ്റർ റേസ് ടു -1 റേസ് ടു ഡെൽറ്റ എൻ ജി അല്ലേ? ഡെൽറ്റ എൻ ജി അല്ലേ? അല്ലടാ പിള്ളേരെ, അല്ലേ? യെസ് മാം. യെസ് മാം. കെ പിയുടെ യൂണിറ്റ് ആണെങ്കിൽ എ ടി എം റേസ് ടു ഡെൽറ്റ എൻ ജി അല്ലേ? എ ടി എം റേസ് ടു ഡെൽറ്റ എൻ ജി അല്ലേ വരിക? അപ്പൊ രണ്ട് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കണം. ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റ് ആണ് വരിക. ഓക്കെ, ഇവിടെ എത്ര ഗ്യാസസ് പ്രൊഡക്റ്റ് ഉണ്ട്? ഈ റിയാക്ഷനിൽ എത്ര ഗ്യാസസ് പ്രൊഡക്റ്റ് ഉണ്ട്? 2. ഓക്കെ, മൈനസ് എത്ര ഗ്യാസസ് റിയാക്ടന്റ് ഉണ്ട് പിള്ളേരെ? എത്ര ഗ്യാസസ് റിയാക്ടന്റ് ഉണ്ട്? നൈട്രജൻ 1, ഹൈഡ്രജൻ 3, 4 കേട്ടോ. അപ്പൊ ആക്ച്വലി എന്താ നമുക്ക് -2 അല്ലേ വാല്യൂ വരിക? അതായത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ മോൾ റേസ് ടു -2 ലിറ്റർ റേസ് ടു 2 എന്ന് വരില്ലേടാ പിള്ളേരെ? അല്ലേ? അല്ലേ? യെസ് അല്ലേ? മാം. അതായത് നമുക്ക് എന്ത് എഴുതാം? ലിറ്റർ സ്ക്വയർ മൈനസ് മോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ നമുക്ക് ഇതിനെ, അല്ലേ? മൈനസ് ആയതുകൊണ്ട് താഴേക്ക് കൂടുന്നൂടെ? ഓക്കെ അല്ലേ? അതെ മാം. ATM Yes, miss, ഇട്ട് കൊടുത്തു okay. ATM ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ATM റേസ് ടു -2 എഴുതിക്കൂടെ? അഥവാ 1/ATM² എഴുതിക്കൂടെ? കേട്ടോ, മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. കെ പിയുടെ കെ സിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്ന ടീച്ചറ് കെ പി കെ സിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ടീച്ചർ പറയാണ് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇതുപോലെ തന്നെ ഫൈൻഡ് കെ സി കെ പി യൂണിറ്റ് ആണെങ്കിൽ CaCO3 gives CaO plus CO2 ആണ്. ഇത് ഗ്യാസ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് സോളിഡ് ആണ്. സോ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കണ്ടേ? ഡെൽറ്റ എൻ ജി ഇവിടെ എത്ര വരിക? ഗ്യാസസ് പ്രൊഡക്റ്റ് എത്രയുണ്ട് പിള്ളേരെ? 1. വൺ ഗ്യാസസ് പ്രൊഡക്റ്റ് ഉണ്ട്. മൈനസ് ഗ്യാസസ് റിയാക്ടന്റ് എത്രയുണ്ട് പിള്ളേരെ? 0. ഇല്ലല്ലോ, ഇല്ല എന്ന് പറഞ്ഞാൽ 0. യെസ് 0. അപ്പോ ഡെൽറ്റ എൻ ജി എത്ര? 1 അല്ലേ വരിക? അപ്പൊ നമുക്ക് എന്താ?
Kc is equal to mole it raised to -1 raised to 1. Kp is equal to atm raised to 1. സോ നമുക്ക് അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോ ലിക്വിഡ് നിങ്ങൾ നോക്കുക, നമ്മൾ ലിക്വിഡോ സോളിഡ് ആണെങ്കിൽ യൂണിറ്റിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാട്ടാ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, Okay, miss. അപ്പൊ അതും കിട്ടിയെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി കേട്ടോ. കെ പി കെ സി റിലേഷൻ ആണ് പറയണേ. അടുത്തത് കെ പി കെ സി റിലേഷൻ ആണ് പറയണേ. സോ കെ പി കെ സി റിലേഷൻ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ പിള്ളേരെ, റിലേഷൻ പഠിച്ചു വെച്ചോളൂ. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി എന്താണെന്ന് ടീച്ചർ പറഞ്ഞ പിള്ളേരെ? ഡെൽറ്റ എൻ ജി എന്താന്ന് ടീച്ചർ പറഞ്ഞേ? ഡെൽറ്റ ജി എന്താ? ഡെൽറ്റ എൻ ജി Number of gaseous ജി products ടീച്ചർ ഇട്ട് minus തരുന്നതാണ് കേട്ടോ. number of gaseous reactions. എൻ ജി പി മൈനസ് എൻ ജി ആർ കേട്ടോ. ആ ജിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ പിള്ളേരെ? ജിക്ക് അവിടെ ഇമ്പോർട്ടൻസ്, കാരണം ഗ്യാസുകൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടോ, അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ ജി പി. നിങ്ങൾ ബുക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ എൻ ജി പി എന്നൊന്നും കാണില്ലേ, കണ്ടോ? ഇതാണ് ബുക്സിൽ കിടക്കുന്ന ഇക്വേഷൻ, ഡെൽറ്റ എൻ. സോ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ നമ്പേഴ്സും കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ടീച്ചർ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രിക്കാണ് എന്ത്? എൻ ജി പി, എൻ ജി ആർ. അപ്പൊ ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് ഗ്യാഷ്യസ് റിയാക്ടന്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാം. ഓക്കെ ആണ് കേട്ടോ. യെസ്, അപ്പൊ അതിന് കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ 3 കേസ് ടീച്ചർ പറയാണേ. 3 കേസ് പറയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. എപ്പോഴാണ് പോസിറ്റീവ് ആവാ? എൻ ജി പി ഗ്രേറ്റർ ദാൻ എൻ ജി ആർ ആവാണെങ്കിൽ. അല്ലേടാ പിള്ളേരെ? അല്ലേ? നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് വലുത്, നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ചെറുതും ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എപ്പോഴും കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആയിരിക്കും. കണ്ട, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ഇതിന്റെ മണ്ടയിലേക്ക് കൊടുക്കുമ്പോ കെ പി കിട്ടണമെങ്കിൽ കെ സിയുടെ കൂടെ ഇത്രയും വലിയ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഉറപ്പല്ലേ? അല്ലേ? ആ, അപ്പോ ഡെൽറ്റ എഞ്ചിന്റെ വാല്യൂ പോസിറ്റീവ് Miss, കിട്ടുമ്പോൾ അതൊന്നുകൂടെ കെ പി പറയാമോ? എപ്പോഴും വലുതായിരിക്കും. ആ, അതായത് ഇപ്പൊ നിങ്ങൾ നോക്കണം, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി ആണ്. ഡെൽറ്റ എൻ ജി ആണെന്ന് വിചാരിക്കാം. ഈ ഡെൽറ്റ എൻ ജി 1 ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് വാല്യൂ അല്ലേ? അപ്പോ കെ പി കിട്ടണമെങ്കിൽ കെ സിയുടെ കൂടെ ആറും ടിയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരില്ലേ? Yes, miss. അപ്പൊ കെ പി ആണോ കെ സി ആണോ വലുതാവുക? KP ആയിരിക്കും. Okay. കെ പിയുടെ കൂടെ കെ സിയും ആർ ടിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താലേ കെ പി കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ കെ പി അല്ലേ വലുത്? അപ്പൊ KP ഗ്യാഷ്യസ് greater than പ്രൊഡക്റ്റ് KC. വലുതാവുമ്പോ കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് വലുതാവുമ്പോ കെ പി ഗ്രേറ്റർ ദാൻ കെ സി. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ പറയാണ് ഡെൽറ്റ എൻ ജി is equal to നെഗറ്റീവ് ആവാണ്. ദാറ്റ് മീൻസ് എൻ ജി പി ലെസ് ദാൻ എൻ ജി ആർ ആണെന്ന് വിചാരിക്കാം. അതായത് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടിയുടെ മണ്ടയിൽ -1 ആയെന്ന് വിചാരിക്കുക. സോ -1 ആയി അടിക്ക് കൊടുന്നൂടെ? സോ കെ പി ഇസ് ഈക്വൽ ടു കെ സി ബൈ ആർ ടി എന്ന് വരും. അപ്പൊ കെ പി കിട്ടണമെങ്കിൽ കെ സിനെ ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ വലുതാവണോ ചെറുതാവണോ ചെയ്യ കെ പി? അപ്പൊ വെരി ഗുഡ്. അപ്പൊ കെ പി എന്ത് ചെയ്യും? ലെസ് ദാൻ കെ സി ആവും. അപ്പൊ റിയാക്ടന്റ് കൂടുമ്പോ കെ സി കൂടും, പ്രൊഡക്റ്റ് കൂടുമ്പോ എന്താണ്? കെ പി കൂടും. ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് കേട്ടോ, ഗ്യാഷ്യസ് റിയാക്ടന്റ് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു 0 ആവാം. എപ്പോ? നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ആവുമ്പോ കേട്ടോ. 2 ഈക്വൽ ആവാണ്. സോ എന്ത് വരണം മക്കളെ? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു 0. അപ്പൊ ഇത് മൊത്തം 1 ആയി പോവോ? അപ്പൊ എന്ത് ചെയ്യും? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആവില്ലേ? അപ്പോ 0 ആവുന്ന സിറ്റുവേഷനില് കെ സി ഇസ് ഈക്വൽ ടു കെ പി ആയിരിക്കും. അഥവാ കെ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും പിള്ളേരെ? കെ സി ആയിരിക്കും. ക്ലിയർ ആണല്ലേ? 3 കണ്ടീഷൻസ് കിട്ടിയില്ലേ? 3 കേസുകൾ കിട്ടിയില്ലേ?
ഓക്കെ കേട്ടോ. യെസ്, ഇതാണ് കണ്ടീഷൻ. ഓക്കെ ഓക്കെ അല്ലേ? എടാ മനസ്സിലായില്ലേ? ആ മനസ്സിലായി. എക്സാം. യെസ് മാം, ക്ലിയർ ആയി. ഓക്കെ കേട്ടോ. യെസ്, ഓക്കെ. ഇത് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ മക്കളെ. നല്ലൊരു വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. ആക്ച്വലി രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, അയോണിക് ഇക്വിലിബ്രിയം ഉണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം കുറച്ച് ഈസി ആണ് അയോണിക് ഇക്വിലിബ്രിയത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടും കുഴപ്പമില്ല. കെമിക്കൽ ഇക്വിലിബ്രിയം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അയോണിക് ഇക്വിലിബ്രിയം കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ മാം. ആ യെസ്. ഇപ്പൊ നമ്മളിവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ കുറിച്ചിട്ടല്ലേ പഠിച്ച മക്കളെ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ കുറിച്ചിട്ടല്ലേ യെസ് പഠിച്ചത്? മാം. ഓക്കെ അല്ലേ? ആ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് പഠിച്ചപ്പോ എന്താണ് ഇക്വിലിബ്രിയത്തില് നോക്കുക. ഇൻ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തില് നോക്കട്ടെ മക്കളെ, ഞാൻ ഇതിപ്പോ പറഞ്ഞത് നോട്ട് ചെയ്യാണ്. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തില് പ്യുവർ സോളിഡ്സിന്റെയും അതുപോലെ പ്യുവർ ലിക്വിഡ്സും ആർ പ്രസന്റ്, ബട്ട് ദെയർ കോൺസെൻട്രേഷൻ ആൻഡ് പാർഷ്യൽ പ്രഷേഴ്സ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പ്യുവർ സോളിഡ് ആണെങ്കിലും പ്യുവർ ലിക്വിഡ് ആണെങ്കിലും എന്താണ് അവരുടെ കോൺസെൻട്രേഷൻസോ പാർഷ്യൽ പ്രഷറുകളോ ഡു നോട്ട് അപ്പിയർ ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ലെ? സോളിഡോ ലിക്വിഡോ വന്നാൽ അവരുടെ കോൺസെൻട്രേഷൻ 1 മോളാർ ആവും, പ്രഷറും 1 ATM ആവും കേട്ടോ. ഓക്കെ 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 മാം. ആ ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച പോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പോകാൻ കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയേ ഉള്ളൂ മക്കളെ. Characteristics of equilibrium constant. Equilibrium constant has a definite value. Equilibrium constant has a definite value for every reaction at a particular temperature. Every reaction at a particular temperature. അതായത് ഇപ്പൊ നമ്മൾ 25°C ആണെങ്കിൽ ആ 25°C ആ റിയാക്ഷൻ എപ്പോ നടന്നാലും അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും മക്കളെ? ഒരു ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. If we change the temperature, the equilibrium constant also change. Okay ആണോ? ഓക്കെ ആണോ? ഓക്കെ. ആ ഇനി നെക്സ്റ്റ് അപ്പോൾ നോക്കാം. ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡയറക്ട്ലി കോൺസ്റ്റന്റ് ഫോർ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ മിസ്? അതായത് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് കേട്ടോ പിള്ളേരെ. ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറയുമ്പോൾ നിങ്ങൾ ഇക്കൊല്ലം കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചു പറഞ്ഞില്ലേ? അതിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എവറി 10° റൈസ് ഇൻ ടെമ്പറേച്ചർ ദ റേറ്റ് കോൺസ്റ്റന്റ് ഓർ റേറ്റ് ഓഫ് റിയാക്ഷൻ ബിക്കംസ് ഡബിൾഡ്. അത് പ്രാക്ടിക്കലി ആയിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നുള്ളൂ കേട്ടോ. ഇവിടെ അപ്പൊ പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ഇനി അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിവേഴ്സ് റിയാക്ഷൻ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ എന്താണ് മക്കളെ? ഈ റിയാക്ഷൻ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കേട്ടോ. റിവേഴ്സ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ അവർ പരസ്പരം ഇൻവേഴ്സ്ലി എന്തായിരിക്കും മക്കളെ? കണക്റ്റഡ് ആയിരിക്കും, റെസിപ്രോക്കൽസ് ആയിരിക്കും. ഓക്കെ കാണിച്ചു തരാം ടീച്ചർ കേട്ടോ. റെസിപ്രോക്കൽസ് എങ്ങനെയാ വരുന്നത് കാണിച്ചു തരാം കേട്ടോ. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം, അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് extent to which the reaction proceed in the forward reaction or reverse reaction. അതായത് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫോർവേഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ ചെയ്യാട്ടാ. ഓക്കെ 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 അല്ലേ?
മാം രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാമോ? Equilibrium constant for the reverse reaction is the inverse of the equilibrium constant for the reaction in the forward direction. അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ടർ ഉണ്ടാവുന്ന കെ, ഇത് തിരിച്ചുണ്ടാവുന്ന കെ ടു, ഇത് പരസ്പരം റിവേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും ഇത്, ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, പരസ്പരം എന്തായിരിക്കും? റിവേഴ്സ്ഡ് ആയിരിക്കും. പരസ്പരം എന്തായിരിക്കും മക്കളെ? റിവേഴ്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഓക്കെ മാം. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ ഒരു കാര്യവും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? യെസ് മാം. ഓക്കെ, യെസ്. അപ്പോ നോക്കുക, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. യെസ്. ഇനി ഇപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ നിങ്ങളോട് ഇപ്പൊ ടീച്ചർ പറഞ്ഞു, അടുത്ത ടീച്ചർ ഈ ഇപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം പറഞ്ഞില്ലേ നിങ്ങൾ, അടുത്ത ടീച്ചർ പറയാൻ പോണത് നോക്കുക, നെക്സ്റ്റ് ടീച്ചർ പറയാൻ പോണത് അപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് പിള്ളേരെ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. എന്താണ് പിള്ളേരെ? അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം ഇതിൽ പറയാൻ പോവാണേ. നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യിൽ ദർ ഇസ് എ റിയാക്ഷൻ. നമ്മുടെ കയ്യിൽ ഒരു റിയാക്ഷൻ ഉണ്ട് കേട്ടോ പിള്ളേരെ. എ ചേഞ്ചസ് ടു ബി കേട്ടോ പിള്ളേരെ. എ ബി ആവുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതിന്റെ K1 ആണ് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് K1. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. അങ്ങനെയാണെങ്കിൽ ബി ചേഞ്ചസ് ടു എ ആവാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ബിക്കംസ് ടു 1/K1 ആയിരിക്കും. മനസ്സിലായോ? ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോ റേറ്റ് കോൺസ്റ്റന്റ് അഥവാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എ ടേൺസ് ടു ബി ആവുന്ന സിറ്റുവേഷനിൽ K1 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ 2A റേസ് ടു അഥവാ 2A വേണ്ട NA ടേൺസ് ടു NB ആവാണെന്ന് വിചാരിക്കുക. അപ്പോ അതിന്റെ K2 ബിക്കംസ് 2. അതായത് K1 എന്ന് പറയുന്ന റിയാക്ഷന്റെ K2 എന്ന് പറയുന്ന റിയാക്ഷൻ എന്തായിട്ട് മാറിയില്ല പിള്ളേരെ? എന്തായിട്ട് മാറി? N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഒന്നുമില്ല, K1ന്റെ മണ്ടയില് K1ന്റെ മണ്ടയില് N ആയിരിക്കും. മനസ്സിലായോ? പവർ ആയിട്ട് വരും. ഏതെങ്കിലും നമ്പർ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കം ടു പവർ. പ്രൊഡക്റ്റ് പവർ ആവും. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം പവർ ആവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? മാം അത് മനസ്സിലായില്ല. ഒന്നുമില്ല, ശ്രദ്ധിക്കട്ടാ. ഇപ്പൊ 2A ഗീവ്സ് 2B ആണെന്ന് വിചാരിക്കുക. അപ്പൊ K3 എന്ന് പറയുന്നത് എന്താ ഇവിടെ പിള്ളേരെ? അതായത് നമ്മൾ AB എന്ന് പറയുന്നതിന്റെ K1 തന്നിട്ടുണ്ട്. K1 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതേ ഇക്വേഷനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2A ഗീവ്സ് 2B എന്ന് പറയുന്ന ഇക്വേഷൻ ആവുകയാണെങ്കിൽ K3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? K1 റേസ് ടു 2 ആവും. ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ അവിടെ പവർ ആയിട്ട് വരും. ഏത് നമ്പർ കൊണ്ടാണോ അത് മൾട്ടിപ്ലൈ ചെയ്യണേ ആ നമ്പർ അവിടെ എന്തായിട്ട് വരും പിള്ളേരെ? പവർ ആയിട്ട് വരും. ഓക്കെ, ഓക്കെ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 1/2A ഗീവ്സ് 1/2B ആണെന്ന് വിചാരിക്കുക. അപ്പോ K4 എന്തായിരിക്കും പിള്ളേർ? ഒന്ന് പറഞ്ഞ K4 എന്തായിരിക്കും? ആ ഇക്വേഷന്റെ തന്നെ K4 എന്തായിരിക്കും? അപ്പോ K1 raised to half. K1 റേസ് ടു ഹാഫ്. അപ്പൊ എന്ത് വരും? റൂട്ട് 1/2. K1 ആവില്ലേ?
യെസ്, 1/2 എന്ന് പറയുന്നത് റൂട്ട് കെ ആവില്ലേ? 1/2 പവർ ആയിട്ട് വരുമ്പോൾ റൂട്ട് അല്ലേ വരിക? Yes, miss. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്ത മൂന്നാമത്തെ കേസ് ടീച്ചർ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എ ഗീവ്സ് ബി ഉണ്ട്, K1 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ബി ഗീവ്സ് സി ഉണ്ട്, K2 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ എ ഗീവ്സ് സി എന്ന് പറയുന്ന റിയാക്ഷന്റെ K3 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. കേട്ടോ പിള്ളേരെ? അതായത് രണ്ട് റിയാക്ഷൻസിന്റെ K1 തന്നിരിക്കുകയാണ്. അതായത് രണ്ട് റിയാക്ഷൻസിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ തന്നിരിക്കുകയാണ്. രണ്ട് റിയാക്ഷൻസിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ നിങ്ങൾക്ക് തന്നിട്ട് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ ഉപയോഗിച്ചിട്ട് മൂന്നാമത്തെ ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറയാനാണ് പിള്ളേരെ. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇവിടെ മൂന്നാമത്തെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ മണ്ടയിലുണ്ടല്ലോ, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ആലോചിക്കുക. അതില് എയും ഉണ്ട് സിയും ഉണ്ടല്ലോ പിള്ളേരെ, എയും സിയും ഉണ്ടല്ലോ, എയും സിയും ഉണ്ടല്ലോ. എ കിടക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷനിലും സി കിടക്കുന്ന രണ്ടാമത്തെ ഇക്വേഷനിലും അല്ലടാ പിള്ളേരെ? അല്ലടാ? Yes, miss. ആ, അപ്പോ എയും സിയും ഇക്വേഷൻസിൽ കിടക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയല്ലേ നമുക്ക് ആവശ്യമുള്ളത്? എ എന്ന് പറയുന്നത് ഡാറ്റ റിയാക്ഷൻസില് റിയാക്ടറിന്റെ ഭാഗത്തും, സി എന്ന് പറയുന്നത് ഡാറ്റ റിയാക്ഷന്റെ ഭാഗത്ത് പ്രൊഡക്ട്സിന്റെ സൈഡിൽ തന്നെയല്ലേ കിടക്കുന്നത്? കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻസിലും അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്? യെസ്. അപ്പോ ഇവിടെ വേറെ ഒരു ചേഞ്ചും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് റിയാക്ഷൻസും കൂടി ആഡ് ചെയ്താൽ മതി എന്ന്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ് ടീച്ചർ ഇപ്പോ എന്ത് ചെയ്യുന്നു? ടീച്ചർ ഇപ്പോ എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ പ്ലസ് ബി ഗീവ്സ് സി എന്ന് പറയുന്ന റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ട് ബികൾ ക്യാൻസൽ ചെയ്തിട്ട് എ ഗീവ്സ് സി എന്ന് കിട്ടില്ലടാ പിള്ളേരെ? അല്ലേ? അല്ലേ? എടാ Yes, miss. ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ ആഡ് വിത്ത് ബി സി. അപ്പൊ രണ്ട് ബികൾ ക്യാൻസൽ ചെയ്തു, എ ഗീവ്സ് സി എന്ന് കിട്ടില്ല. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി എന്നാണ് കൺസെപ്റ്റ്. അതായത് അപ്പൊ K3 എന്ന് പറയുമ്പോ K1 ഇൻറ്റു K2, K1 ഇൻറ്റു K2 ഏഡ് ചെയ്യുമ്പോ ഈ കേകള് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? ഏഡ് ചെയ്യുമ്പോ K1 and K2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ? ഓക്കെ മാം. ഓക്കേടാ പിള്ളേരെ. ഓക്കെ, സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു ടീച്ചർ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കേട്ടോ? മൂന്നെണ്ണം ക്ലിയർ ആയില്ലേ പിള്ളേരെ? മൂന്ന് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മാം. Yes, miss. ക്ലിയർ Clear ആയല്ലേ? ആണ്. ഓക്കെ. ഒന്ന് ആ ഒന്ന് ഒന്ന് നോക്കി നോക്കിയേ, ഒന്ന് സമാധാനമായിട്ടൊന്ന് നോക്കിയേ, സമാധാനമായിട്ടൊന്ന് നോക്കിയേ. ഓക്കെ ആണോ പിള്ളേരെ? സെറ്റ് ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടോ ടീച്ചർ? ക്ലിയർ ആയിട്ടെ? ഓക്കെ അല്ലേടാ പിള്ളേരെ? ക്ലിയർ ആയിട്ടാ? യെസ് മാം. ഓക്കെ. ഓക്കെ കേട്ടോ.
മാം മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മള് ചെയ്യാറ് ക്ലാസ്സിൽ. എന്താണ് കുട്ടാ? നമ്മുടെ മെറ്റീരിയൽസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണോ നമ്മള് ക്ലാസ്സിൽ ചെയ്യുന്നത്? ക്ലാസ്സിൽ ചെയ്യാറുള്ളത് അത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുള്ളത് തന്നെയാണ് കേട്ടോ. അതിൽ തന്നെയാണ് വരിക ഓക്കെ മാം. കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ചെയ്തിട്ട് ജസ്റ്റ് പറയാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം, നോക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് എ given temperature and pressure, the equilibrium constant values for the equilibria are given below. 3A2 plus B2 gives 2A3B K1. A3B gives 3 by 2 A2 plus 1 by 2 B2 is equal to K2. K2. Then the relation between K1 and K2 is option A, K1 square is equal to 2K2. Option B, K2 is equal to K1 by 2. Option C, K1 is equal to 1 by root K2. Option D is equal to K2 is equal to 1 by root K1. Okay. ഓപ്ഷൻ ബി അല്ലേ? Option ബി. D. ഓക്കെ, ഗുഡ്. ഉത്തരം പറയുന്നു ഓപ്ഷൻ ഡി ആണെന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ഓപ്ഷൻ ഡി? ഓപ്ഷൻ ഡി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എടാ സിമ്പിൾ ആയിട്ട് നോക്കി നിങ്ങൾ എന്താ ചെയ്തിരിക്കണേ നോക്കി. ഇവിടെ 3A2 എന്താണ് B2 gives 2A3B എന്ന് പറയുന്ന റിയാക്ഷൻ K1. അതൊക്കെ ഇവിടെ A3B എന്ന് പറയുന്ന ആൾ ഇവിടേക്ക് വന്നേക്കാണ്ട്, A3B ഇവിടേക്ക് വന്നേക്കാം. അതായത് K1 കിട്ടുന്ന ഇക്വേഷനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഉറപ്പല്ലേ? റിയാക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടില്ലേ? അപ്പൊ റിവേഴ്സ് Yes, ചെയ്യുമ്പോ ഒന്നാമത്തെ ചേഞ്ച് റിവേഴ്സ് ചെയ്യുമ്പോ K1 എന്ന് പറഞ്ഞ ആള് 1 by K1 ആയിട്ടുണ്ടാവില്ലേ? K1 എന്ന് പറഞ്ഞ ആള് 1 by K1 ആയിട്ടുണ്ടാവില്ലേ? ഉറപ്പല്ലേ? അതായത് റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത വശം തന്നെ 1 by K1 ആയിട്ടുണ്ട്. വെറുതെ റിവേഴ്സ് ചെയ്യല്ല ചെയ്തേക്കണേ. A3B എന്ന് പറഞ്ഞ ആള് വെറും A3B ആവണമെന്നുണ്ടെങ്കിൽ 1 by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ? അതായത് K2 കിട്ടാനായിട്ട് 1 by K1 ആക്കി ആദ്യം, എന്നിട്ട് അതിനെ 1 by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ? അപ്പൊ അത് പവർ ആയിട്ട് വരില്ലേ? സോ അങ്ങനെയാണെങ്കിൽ K2 is equal to 1 by K1 raised to 1 by 2, that is root K1 എന്ന് വരില്ലേ? മനസ്സിലായ? എടാ മനസ്സിലായ? 2024 എക്സാമിനേഷന്റെ ഇതാണ് കേട്ടോ, അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നുകൂടി. ഓക്കെ, അതായത് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കട. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3A2നെ B2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 2A3B ആക്കലായിരുന്നു K1. ഇതിന്റെ K2 കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, K2 കിട്ടാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷൻ എന്താണ് A3B ആക്കി. അതായത് A3B ആക്കാന്ന് വെച്ചാല് ഈ റിയാക്ഷന് റിവേഴ്സ് ചെയ്തു. എന്താണ് 2A3B gives 3A2 plus B2. അപ്പൊ ഈ റിയാക്ഷൻ എന്തായി മാറി? 1 by K1 ആയിട്ട് മാറി. ഉറപ്പല്ലേ?
ഉറപ്പല്ലേ? അതെ മാം. 1/k1 ആയിട്ട് മാറി. ഇനി നിങ്ങൾ നോക്കടാ, ഈ റിയാക്ഷനില് എല്ലാവർക്കും രണ്ട് കൊണ്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അഥവാ ഡിവൈഡ് ചെയ്തിട്ടില്ലേ? അതായത് ഈ മൊത്തം റിയാക്ഷനെ /2 ചെയ്തിട്ടുണ്ട്. അത് /2 എന്ന് വെച്ചാൽ എന്താ? ഇതിനെ ×1/2 ചെയ്തിട്ടുണ്ട്, ഇതിനെ ×1/2 ചെയ്തിട്ടുണ്ട്, ഇതിനെ ×1/2 ചെയ്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം? അല്ലേ? അല്ലേടാ? അതെ മാം. അപ്പോ ഈ രണ്ട് പോയി, ഇവിടെ /2 ആയി, ഇവിടെ /2 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ K2 എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടി 1/k1 ചെയ്തു. അതായത് 1/k1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√k1. ആര്? K2 ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും. മനസ്സിലായോ? ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ കേട്ടോ. അപ്പൊ അതാണ് കണ്ടീഷൻ. 2024 വന്നിട്ടുള്ള ഒരു റീ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ 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 മാം. ഓക്കെ. ഇനി അടുത്ത് കേട്ടോ, അടുത്ത് പറയട്ടെ ടീച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിക്കോളോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അത് 2024 ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് equilibria Kp and Kc are not equal. Option A, PCl5 is equal to PCl3 plus Cl2. കേട്ടോ, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ബി, H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI gas. കേട്ടോ. ഓപ്ഷൻ സി, CO2 ഗ്യാസ് പ്ലസ് H2O ഗ്യാസ് gives CO2 ഗ്യാസ് പ്ലസ് H2. ഇവിടെ CO ആണ് കേട്ടോ. CO ഗ്യാസ് പ്ലസ് H2O, CO2 ഗ്യാസ്, H2 ഗ്യാസ്. ഓപ്ഷൻ ഡി, 2BrCl gives Br2 plus Cl2. ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്. Kp Kc ഈക്വൽ അല്ലാത്ത, കണ്ടോ മക്കളെ? Kc Kp ഈക്വൽ അല്ലാത്ത റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. Kp Kc ഈക്വൽ അല്ലാത്ത റിയാക്ഷൻ, ഈക്വൽ അല്ലാത്തത് കേട്ടോ. അപ്പൊ Kp Kc ഈക്വൽ ആവണമെങ്കിൽ, Kp ഇസ് ഈക്വൽ ടു Kc ആവണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? Kp ഇസ് ഈക്വൽ ടു Kc ആവണമെങ്കിൽ ΔNg ഇസ് ഈക്വൽ ടു 0 അഥവാ Ngp ഇസ് ഈക്വൽ ടു Ngr ആവണ്ടേ? Ngp ഇസ് ഈക്വൽ ടു Ngr ആവണ്ടേ? ഇതിൽ ഏത് റിയാക്ഷനിലാണ് ഇതല്ലാത്ത നോക്കിയേക്ക്? ΔNgയും അഥവാ Ngp Ngr ഈക്വൽ അല്ലാത്ത റിയാക്ഷൻ ഏതാ നോക്കിയേക്ക്? ഈക്വൽ അല്ലാത്ത റിയാക്ഷൻ ഏതാ നോക്കിയേക്ക്? ഈക്വൽ അല്ലാത്തത് ഇത് 1 2 അല്ലേ? അപ്പൊ അത് 2 2 അല്ലേ? അപ്പൊ ഇത് വരില്ല. ഇത് 1 ഇത് 1 ഇത് 1 ഇത് 1 അല്ലേ? അപ്പൊ ഇത് വരില്ല കേട്ടോ. ഇതൊന്നും വരില്ല. അപ്പൊ ഏതാ ആദ്യം തന്നെ നോക്കിയേ? ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 അല്ലേ? അപ്പൊ Ngp 2 Ngr 1 അല്ലേ വരുന്നത്? ഡി ആ ഈക്വൽ ആയിട്ടുള്ളതല്ല, എ ആണ് കേട്ടോ. AC അല്ല. ഫാന്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. എടാ പിള്ളേരെ നിങ്ങൾ നോക്ക്, ABCD. അതിൽ എയില് തന്നെ നോക്കിയേ, റിയാക്ടന്റ് ഒരെണ്ണല്ലേ? ബിയില് 2 അതിൽ തന്നെ 2 റിയാക്ടന്റും ഇല്ലേ? ഒരു റിയാക്ടന്റും 2 പ്രൊഡക്റ്റും അല്ലേ? നമ്പർ ഓഫ് മോൾസ് സെയിം ആണോ? റിയാക്ടന്റും 2 പ്രൊഡക്റ്റ് വരുമ്പോ നമ്പർ ഓഫ് മോൾസ് ശരിയാണോ? സെയിം ആണോ? അവിടെ അല്ലല്ലോ. നമ്പർ ഓഫ് മോൾസ് സെയിം ആവുമ്പോഴല്ലേ നമ്മള് Kp Kc ഈക്വൽ എന്ന് പറഞ്ഞ. ഇവിടെ Kp Kc ഈക്വൽ അല്ലല്ലോ. അമ്മായിമാർക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇന്ത മാതിരി ഇഞ്ചമ്പളി ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് വരുന്നത് കേട്ടോ. അത് ആലോചിച്ച് തല പോയിന്നിരിക്കുന്ന സിമ്പിളാ. അത് പിന്നെ ആരാ പഠിപ്പിക്കണേല്ലേ? കെമിസ്ട്രി ഞാനല്ലേ. ഇതിന് സിമ്പിൾ ആവാതിരിക്കുവോ? കേട്ടോ. കിട്ടീന്ന് വിചാരിക്കണോ? അല്ല പിള്ളേരെ കിട്ടീന്ന് വിചാരിക്കണോ? ഓക്കെ, ഗുഡ് ഇടാ.
യെസ്. ഓക്കെ. യെസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അടുത്ത് നോക്കുക കേട്ടോ. അടുത്തത് ഇതിന്റെ അപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നോക്കുക, അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. മറ്റൊരു അപ്ലിക്കേഷൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, മറ്റൊരു അപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുക, കെ സി ഗ്രേറ്റർ ദാൻ 10⁻³ ആണെന്ന് വിചാരിക്കുക. കാണണ്ടോ പിള്ളേരെ? എന്താണ് കെ സി ഗ്രേറ്റർ ദാൻ 10⁻³ കാണാനുണ്ടോ? കാണാനുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ, അപ്പോ എന്താണ് വായിക്കേണ്ടത്? കെ സി ഈസ് ലാർജർ ദാൻ റിയാക്ഷൻ പ്രൊസീഡ് നിയർലി ഓൺലി കംപ്ലീഷൻ. അപ്പോ കംപ്ലീറ്റ് ആയി റിയാക്ഷൻ നടത്തുക, അതായത് പ്രൊഡക്റ്റ് ഫേവേർഡ് ആണ്. അതായത് എന്തായിരിക്കും പിള്ളേരെ? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. മനസ്സിലായോ? കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10⁻³ ആവുകയാണെങ്കിൽ മക്കളെ ഇത്രയേ ഉള്ളൂ, അവിടെ ആ റിയാക്ഷൻ പ്രൊഡക്റ്റ് ഫേവേർഡ് ആയിരിക്കും. അവിടെ ആ റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? പ്രൊഡക്റ്റ് ഫേവേർഡ്. നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടാ. അമ്മായിമാരെ അങ്ങനെ എഴുതി വെച്ചാൽ മതി. കാരണം വെച്ചാൽ എന്താ എഴുതി വെക്കേണ്ടത്? കെ സി ഗ്രേറ്റർ ദാൻ 10⁻³ ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ പ്രൊഡക്റ്റ് ഫേവേർഡ് എഴുതി വെച്ചാൽ മതി കേട്ടാ. അത് മതി കേട്ടാ, വലിപ്പിച്ച് വരുന്ന എഴുതി വെക്കണ്ട. ഇനി കെ സി ലെസ് ദാൻ 10⁻³ ആണെങ്കിൽ, 10⁻³ ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? റിയാക്ടന്റ് ഫേവേർഡ് ആയിരിക്കും. ഓക്കെ, റിയാക്ടന്റ് ഫേവേർഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ആ, ഇനി കെ സിയുടെ വാല്യൂ 10⁻³ വലുതാണ് എന്ന് വെച്ചാൽ എന്താണ്? കെ സി എന്ന് പറയുന്ന ആള് 10⁻³ ചെറുതാണെങ്കിൽ അവിടെ എന്തായിരിക്കും മക്കളെ? ഇക്വിലിബ്രിയം ആയിരിക്കും കേട്ടോ. പ്രൊഡക്റ്റും റിയാക്ടന്റും എന്താണ്? കമ്പയറബിൾ കൺസിഡറബിൾ കോൺസെൻട്രേഷനിലായിരിക്കും. ഓക്കെ 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 ആണോടാ? ഓക്കെ മാം. ആ, അപ്പൊ അതാണ് പറയണത്. അതായത് ഇത്രയുള്ളോ കണ്ടീഷൻ വന്നത്, ഇത്രയുള്ളോ നോക്കുക. അതായത് 10⁻³ എന്താണ് പിള്ളേരെ? വലുതാണെങ്കിൽ അവിടെ എന്തായാലും പ്രൊഡക്റ്റ് പ്രിഡോമിനന്റ് ഓവർ റിയാക്ടന്റ് ആയിരിക്കും. അങ്ങനെ പ്രൊഡക്റ്റ് പ്രിഡോമിനന്റ് ആവണം, പ്രൊഡക്റ്റ് കൂടുതലാവണമെങ്കിൽ അവിടെ എന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കേണ്ടി വരുന്നത്. ഇനി കെ സി എന്ന് പറയുന്ന ആള് 10⁻³ ചെറുതാവാണെങ്കിൽ റിയാക്ടന്റ് പ്രിഡോമിനന്റ് ഓവർ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ റിയാക്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാകണമെങ്കിൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കേണ്ടി വരിക കേട്ടോ. ഇനി കെ സി ഈസ് റേഞ്ച് ബിറ്റ്വീൻ 10⁻³ ആൻഡ് 10⁻³ ഇടയിലാണ് വരുന്നെങ്കിൽ കൺസിഡറബിൾ കോൺസെൻട്രേഷൻ ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ പിള്ളേരെ? യെസ് മാം. മനസ്സിലായ? ഓക്കെ കേട്ടോ. ഇനി അടുത്തത് പ്രെഡിക്ട് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. റിയാക്ഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. കെ സിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് എന്ത് മക്കളെ? ക്യൂ സി, റിയാക്ഷൻ കോഷ്യന്റ്. എന്താണ് പിള്ളേരെ? ക്യൂ സി, റിയാക്ഷൻ കോഷ്യന്റ്. എന്താണ് പിള്ളേരെ? ക്യൂ സി, റിയാക്ഷൻ കോഷ്യന്റ്. ഓക്കെ, നോക്കടാ, ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു റിയാക്ഷൻ, ഓ മറ്റേ റിയാക്ഷൻ കോഷ്യന്റ് അത് മനസ്സിലായില്ല. അത് പറയാൻ പോവാണ് ടീച്ചർ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സാധനം മനസ്സിലാക്കാണ്ട് ഞാനിവിടെ പോകുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു സാധനം നിങ്ങൾക്ക് കിട്ടാണ്ട് ഞാനിവിടെ പോകുന്നു തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആ, അതാണ് കേട്ടോ. അത് ഇപ്പൊ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നോക്കടാ, ഒരു റിയാക്ഷൻ ഉണ്ട്. എ പ്ലസ് ബി ഗീസ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ? ഈ റിവേഴ്സിബിൾ റിയാക്ഷനില് കേട്ടോ, ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നിങ്ങൾ നോക്കുക, അറ്റ്
അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ കേട്ടോ മക്കളെ, എന്ത് ചെയ്യാണ്? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി റിട്ടൺ ആസ് ക്യൂ സി. ഉറപ്പായോ? അപ്പൊ ഏതൊക്കെ സമയത്താണോ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത്, ആ സമയത്ത് ഈ പ്രൊഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ Yes, ma'am. ആ ഓക്കെ. ഇനി അതർ ദാൻ നിങ്ങൾ നോക്കുക, അതർ ദാൻ ഇക്വിലിബ്രിയം, അവരെപ്പോഴും ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇരിക്കണം നിർബന്ധമില്ലല്ലോ. അതർ ദാൻ ഇക്വിലിബ്രിയം ആവാൻ ചാൻസ് ഇല്ലേ? ഇക്വിലിബ്രിയം അല്ലാതിരിക്കാനുള്ള ചാൻസും ഇല്ലേ? അതായത് ആ റിയാക്ഷൻ എപ്പോഴും ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന നിർബന്ധമില്ലല്ലോ. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതാണ് ക്യൂ സി, റിയാക്ഷൻ കോഷ്യന്റ്. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? ആ, അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുമ്പോ സി റേസ് ടു സി ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ എ റേസ് ടു എ ബി റേസ് ടു ഡി എന്ന് പറയുന്നത് കെ സി ആയിരിക്കും. ഇക്വിലിബ്രിയം അല്ലാത്ത സമയങ്ങളിൽ ഈ റേഷ്യോ നമ്മൾ ക്യൂ സി അഥവാ റിയാക്ഷൻ കോഷ്യന്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ലേ? അത്രേ മനസ്സിലായി. ഉള്ളൂ. ആ, അതാണ്. അതായത് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ മാത്രമാണ് കെ സി പറയുള്ളൂ. ഇക്വിലിബ്രിയം അല്ലാത്ത കണ്ടീഷൻസിലും ഈ റേഷ്യോ എടുക്കാം. പക്ഷെ അത് കെ സി തന്നെ ആവണമെന്ന് എന്തില്ല പിള്ളേരെ? നിർബന്ധമില്ല. അത് കെ സി ആവണമെന്ന് എന്തില്ല? നിർബന്ധമില്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത് ക്യൂസിയും കേസും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് അതാണ് കേട്ടോ. ഓക്കെ, ഇനി ക്യൂസിയും കേസും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ റിയാക്ഷൻ എന്ത് ചെയ്യാൻ നോക്കാം. ഇത് ആക്ച്വലി നമുക്ക് ഏത് ഡയറക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നോക്കി, ഇത് നിങ്ങൾ എഴുതിയെടുത്തില്ലേ? ഇവിടെ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പൊ 3 കേസാണ് പഠിക്കാനുള്ളത്. 3 കേസാണ് പഠിക്കാനുള്ളത് കേട്ടോ. നിങ്ങൾ നോക്കുക, ഇപ്പൊ നിങ്ങളുടെ കയ്യില് ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആവാം ചിലപ്പോ ചില റിയാക്ഷൻസിന്റെ ക്യൂ സി ലെസ് ദാൻ കെ സി ആവാം. ചില കേസസില് ക്യൂ സി ഇസ് ഈക്വൽ ടു കെ സി ആവാം. ഓക്കെ ഓക്കെ. ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആണെങ്കിൽ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ഫോർവേഡ് ആയിരിക്കും. ഓക്കെ. കെ സി ആണ് ഗ്രേറ്റർ ദാൻ എങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് ആയിരിക്കും. ഓക്കെ. ക്യൂ സി കെ സി ഈക്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കും വളരെ ഇക്വിലിബ്രിയം ആയിരിക്കും. ഓക്കെ കേട്ടോ. അപ്പൊ ക്യൂ സിയും കെ സിയും വാല്യൂസും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും എന്ന് പറയാൻ പറ്റും എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ കേട്ടോ. അപ്പൊ അതാണ് കൺസെപ്റ്റ് പറയണത്. അതാണ് യെസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രിഡിക്ഷൻ ഓഫ് ഡയറക്ഷൻ കണ്ടോ. പ്രിഡിക്ഷൻ ഓഫ് ഡയറക്ഷൻ, റിയാക്ഷൻ കോഷ്യന്റ് Q is the ratio of product of concentration of product to that of reactant any stage of the reaction. റിയാക്ഷന്റെ ഏത് സ്റ്റേജിൽ പറയുകയാണെങ്കിലും അത് റിയാക്ഷൻ കോഷ്യന്റ് ആണ് കേട്ടോ. നോട്ട് ഓൺലി കോൺസെൻട്രേഷൻ, പാർഷ്യൽ പ്രഷർ കൊടുക്കുക, അപ്പൊ QP ആവുന്നുള്ളൂ കേട്ടോ. ഇനി QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ the reaction will be proceed direction of reactant, that is reverse reaction. ഇനി QC less than KC ആണെങ്കിൽ reaction proceeds to direction of product, that is forward reaction. കേട്ടോ. QC is equal to KC ആണെങ്കിൽ the reaction is already at equilibrium. ഓക്കെ ആണോ? സെറ്റ് ആയില്ലേ? കേട്ടോ. സെറ്റ് ആയില്ലേ ഡബിളറെ? നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് QC, എന്താണ് Q? റിയാക്ഷൻ കോഷ്യന്റ് ആണ്. എന്താണ് അറ്റ് എനി സ്റ്റേജ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്കത് ക്യൂ വെച്ച് പറയാം. ഇനി QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ റിവേഴ്സ് ഡയറക്ഷൻ ആയിരിക്കും. QC ലെസ് ദാൻ KC ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. QC ഈക്വൽ ടു KC ആണെങ്കിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? Okay. ഓക്കെ ഏട്ടാ, അത്രേ പറഞ്ഞിട്ടുള്ളൂ ടീച്ചർ. അതാണ് ഇപ്പോഴത്തെ. യെസ് എടാ പിള്ളേരെ, നെക്സ്റ്റ് ആണ് ലേ ചാപ്ലിയൻ പ്രിൻസിപ്പിൾ. കേട്ടോ, ദ ലാസ്റ്റ് വൺ ബട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലേ ചാപ്ലിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ലേ ചാപ്ലിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, എന്താ ലേ ചാപ്ലിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മക്കളെ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സിസ്റ്റത്തിന്റെ മണ്ടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റം ഉണ്ട്, ഇൻ ഇക്വിലിബ്രിയം ആണ് അല്ലെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കുക. എനി ചേഞ്ച് ടു ദ സിസ്റ്റം, ദാറ്റ് മീൻസ് ചേഞ്ച് കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ ആ സിസ്റ്റം അത് നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് ഓപ്പോസിറ്റ് ആയിട്ട് ആ സിസ്റ്റം എന്ത് ചെയ്യും, അത് ഓപ്പോസ് ചെയ്യും. അതായത് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോട്ടി ഒരു കിഡാണെന്ന് വിചാരിക്കാം, ഒരു നോട്ടി കുറുമ്പത്തി കുട്ടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്റെ മോളാണെന്ന് വിചാരിക്കുക. എന്റെ മോള് 1.25 വയസ്സായി. അവള് അത്യാവശ്യം നല്ല കുടുംബത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ, നല്ല കുടുംബത്തി ആയിട്ടൊരു കുട്ടിയാണ്. സോ അവള് ഇങ്ങനെ ഇരുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് കളിപ്പാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. സോ ദാറ്റ് ഈസ് സ്റ്റേബിൾ. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഓ, അവള് കളിച്ചോണ്ടിരിക്കുകയാണ്, കളിപ്പാട്ടൊക്കെ എടുത്ത് കളിക്കുന്നു, കരയുന്നില്ല, പാലിന് വേണ്ടി കരയുന്നില്ല, കുറുമ്പ് കാണിക്കുന്നില്ല, ഒന്നുമില്ല, കളിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇക്വിലിബ്രിയം ആണെന്ന് ടീച്ചർ പറയാൻ, ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ. അങ്ങനെ ഇക്വിലിബ്രിയം ആണെന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനിലാണ് എന്റെ അനിയൻ ഉണ്ടെന്ന് വിചാരിക്കുക, മൈ ബ്രദർ. അവൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവളെ എന്തെങ്കിലും കുർബാനിക്കാൻ പോകണം. അവൻ വന്നിട്ട് ചിലപ്പോൾ ആ കളിപ്പാട്ടം പിടിച്ചു മേടിക്കും, തന്നെ കളിപ്പാട്ടം വന്ന് മേടിക്കും. അപ്പൊ ആ സിസ്റ്റം എന്ത് ചെയ്യാണ് പിള്ളേരെ, ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ചേഞ്ച് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ട് മിണ്ടാണ്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് വെറുതെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് അൾട്ടിമേറ്റ് മാമൻ വരികയാണ് എന്റെ ബ്രദർ വന്ന് ആ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു. ഉറപ്പല്ലേ? Yes, ma'am. അതാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത സമയത്ത് സിസ്റ്റം അവിടെ മിണ്ടാണ്ടിരിക്കൂ. മാമനല്ലേ, ഞാൻ അതുപോലെ ഇരുന്ന് കളിക്കാം എന്ന് വിചാരിക്കും സിസ്റ്റം? ഇല്ല. എന്റെ സിസ്റ്റം ആണെങ്കിൽ ഉണ്ടല്ലോ, ആൾറെഡി പൊളിച്ച് തല തല്ലി പൊളിച്ച് കരയാൻ തുടങ്ങും കേട്ടോ. അതായത് സിസ്റ്റം ബിക്കംസ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അതായത് ആ ചെയ്ത ആക്ടിവിറ്റീനെ ഓപ്പോസ് ചെയ്യാനാണ് അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ ആ സിസ്റ്റത്തിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിച്ച് ഫുൾ ടൈം കരഞ്ഞിരിക്കില്ലല്ലോ. അവള് എന്തെങ്കിലുമൊക്കെ തല്ലൂടി കഴിക്കുക, മാന്ത, അങ്ങനെ അവൾക്ക് ആ ചെയ്ത ആക്ടിവിറ്റിയോടെ എന്ത് ചെയ്യാണ്, എഗെയിൻസ്റ്റ് ചെയ്യാൻ പാകത്തിന് അവൾക്ക് സമാധാനമാവുന്ന തരത്തിൽ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നടത്തില്ലേ അവിടെ? Yes, ma'am. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവള് സ്റ്റേബിൾ ആവില്ലേ, വീണ്ടും എന്തായിരിക്കും അവള് പഴയ അവസ്ഥയിൽ നിന്ന് കളിക്കും. ഓക്കെ. Okay. അതുപോലെ തന്നെയാണ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് ടീച്ചർ പറയുന്നത്. അതായത് നമ്മൾ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം അത് ഓപ്പോസ് ചെയ്യും. നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമോ സിസ്റ്റം അതിനെ ഓപ്പോസ് ചെയ്യാണ് ചെയ്യുക. ഞാൻ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കി കഴിഞ്ഞാൽ സിസ്റ്റം കുറയ്ക്കാൻ നോക്കും. ഞാൻ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ സിസ്റ്റം കൂട്ടാൻ നോക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിസ്റ്റം എന്ത് ചെയ്യണം പിള്ളേരെ, അതിന്റെ റിയാക്ഷൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതായത് എന്താണ്, സിസ്റ്റം ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് നമുക്ക് വർക്ക് നടക്കുന്നത്, അതായത് ഏത് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് ആ ചേഞ്ച് ഉണ്ടാകുന്നത്, അതായിരിക്കും അവിടെ ആ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ. Okay, ma'am. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യില് ടീച്ചറുടെ കയ്യിൽ എന്തുണ്ടെന്ന് വിചാരിക്കുക, ഒരു റിയാക്ടന്റ് എന്തായിട്ട് മാറ്റുന്നുണ്ട്, പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റില് ഞാനുണ്ട്, സിസ്റ്റം ഉണ്ട്, ഡയറക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഞാനുണ്ട്, സിസ്റ്റം ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, 3 ആളുണ്ട്. സോ ഞാന് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്യാണ്. സിസ്റ്റം എന്ത് ചെയ്യും ഇവിടെ പിള്ളേരെ? സിസ്റ്റം എന്ത് ചെയ്യും? Concentration of reactant കുറയ്ക്കും. വെരി ഗുഡ്. സിസ്റ്റം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറയണമെങ്കിൽ ആരും ഉണ്ടാകേണ്ടി വരും.
യെസ്, പ്രൊഡക്റ്റ് ഉണ്ടാവേണ്ടി വരും. ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായോ? മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ടീച്ചർ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും പിള്ളേരെ? സിസ്റ്റം എന്ത് ചെയ്യും? increases the concentration. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അയച്ചു, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് ഇല്ലാണ്ടാവണ്ടേ? പ്രൊഡക്റ്റ് ഇല്ലാണ്ടായിട്ട് റിയാക്ടന്റ് ഉണ്ടാവണമെങ്കിൽ ഏത് ഡയറക്ഷൻ നടക്കും? Backward reaction. ബാക്ക്വേർഡ് റിയാക്ഷൻ. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? സിമിലർ ആസ് ടീച്ചർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിഗ്രീസ് ചെയ്യിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? Concentration of product കൂട്ടും. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടുമ്പോ പ്രൊഡക്റ്റ് കൂടാനുള്ള ഡയറക്ഷൻ ഏതാ? Forward reaction. ഫോർവേഡ് റിയാക്ഷൻ. വെരി ഗുഡ്, ഫോർവേഡ് റിയാക്ഷൻ. ഇനി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിഗ്രീസ് ചെയ്യാന് പകരം ടീച്ചർ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യാ? Concentration of പ്രൊഡക്റ്റ് product ഡിഗ്രീസ് ചെയ്യും. അപ്പൊ പ്രൊഡക്റ്റ് കുറയണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. കേട്ടോ, ഇത് സിമ്പിൾ ചാനല്ലേ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു ചാനാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ ഏത് ഡയറക്ഷൻ കിട്ടും? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Okay, ma'am. ഓക്കെ. അപ്പൊ ആക്ച്വലി നിങ്ങൾ ഫോർവേഡ് റിയാക്ഷൻസിന്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതായത് നിങ്ങൾ നോക്കുക, ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻസോ ഏതെങ്കിലും ഒന്നും പഠിച്ചു വെക്കുക. ടീച്ചർ ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയടാ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ റിയാക്ടന്റ്. ഏതെങ്കിലും ഒരു റിയാക്ടന്റ് ടീച്ചർ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായോ? ടീച്ചർ ഏതെങ്കിലും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ കേട്ടോ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്, ഫോർവേഡ് റിയാക്ഷൻ നടന്നു. ഓക്കെ യെസ്, ഓക്കെ അല്ലേ പിള്ളേരെ? ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടുന്നതെങ്കിൽ ബാക്ക്വേർഡ്. ഓക്കെ, അപ്പോ ഫോർവേഡ് റിയാക്ഷൻ കണ്ടിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ റിയാക്ടന്റ് കൂട്ടുമ്പോഴും പ്രൊഡക്റ്റ് കുറയ്ക്കുമ്പോഴും ഫോർവേഡ് റിയാക്ഷൻ ആണ്. അങ്ങനെ പഠിച്ചിട്ടാൽ മതി. റിയാക്ടന്റ് കൂട്ടുകയും പ്രൊഡക്റ്റ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ബാക്ക്വേർഡ് ഈസി ആയിട്ട് പഠിക്കാലോ. ഓക്കെ ആണോ? Okay, ma'am. ഓക്കെ ആണ് കേട്ടോ. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, ടീച്ചർ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് പറയട്ടെ. ഇനി ടെമ്പറേച്ചറിന്റെ ചേഞ്ച്, കോൺസെൻട്രേഷൻ ചേഞ്ച് മനസ്സിലായില്ലേ? കോൺസെൻട്രേഷൻ ചേഞ്ച് കിട്ടിയില്ലേ നിങ്ങൾക്ക്? കോൺസെൻട്രേഷൻ ചേഞ്ച് കിട്ടിയാ? Yes. കോൺസെൻട്രേഷൻ ചേഞ്ച് ഈസിയാണ്, നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഇനി ടീച്ചർ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് പറയാം കേട്ടോ. ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് ആണ്. നോക്കടാ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കേട്ടോ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയപ്പോ പിള്ളേരെ, ഇവിടെ 2 ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ടീച്ചർ എപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് എൻഡോതെർമിക് കേട്ടോ. അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ദ റിയാക്ഷൻ ദ ഹീറ്റ് ഈസ് റിലീസ്ഡ്. ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് കേട്ടോ. അതായത് ആ റിയാക്ഷൻ ഹീറ്റ് റിലീസ് ചെയ്യല്ല, സോറി പിള്ളേരെ കേട്ടോ. എന്തുണ്ടാവുക? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് കേട്ടോ. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഏത് എൻഡോതെർമിക്. ഹീറ്റ് എൻറ്റർ, ടെമ്പറേച്ചർ എൻറ്റർ കണ്ട. തെർമോ ടെമ്പറേച്ചർ, എൻറ്റർ ചെയ്യുന്നു, ടെമ്പറേച്ചർ എൻറ്റർ ചെയ്യുന്നു, എൻഡോതെർമിക്. ഓക്കെ. Yes, ma'am. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ റിയാക്ടന്റ് ഉണ്ട്, ഹീറ്റ് ഉണ്ട്, എന്തായി മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ ഇങ്ങനെ തരാം. അല്ലെങ്കിൽ റിയാക്ടന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ ക്യൂ പോസിറ്റീവ് ആവാം. ഇങ്ങനെയൊക്കെ എൻഡോതെർമിക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ എൻഡോതെർമിക് പ്രോസസ്സ് കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഹീറ്റിന്ന് റിയാക്ടൻ സൈഡിൽ എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവോ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവോ തന്നിട്ടുണ്ടാവും.
ഓക്കെ 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 ആണോ? Yes, ma'am. ആ നിങ്ങൾ നോക്കടാ, ഇതില് ഹീറ്റ് ഇവിടെ ആവുമ്പോ ടെമ്പറേച്ചർ ഇവിടെയല്ലേ കൂടുതൽ ഉണ്ടാവുക? ഹീറ്റ് എവിടെയാണോ അവിടെ അല്ലേ ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടാവുക? അപ്പൊ ഇവിടെ കുറവാവില്ലേ? അപ്പൊ ഇവിടെ കുറവാകും. ഇപ്പൊ കൂടുതൽ കുറവ് എന്നൊക്കെ കിട്ടിയില്ലേ നമുക്ക്? റിയാക്ടറിന്റെ അവിടെ കൂടുതല്, പ്രൊഡക്റ്റിന്റെ അവിടെ കുറവെന്നല്ലേ? ടീച്ചർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ഡയറക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കട പിള്ളേരെ. ഓക്കെ, ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയെന്ന് വിചാരിക്കുക. ടീച്ചർ ടെമ്പറേച്ചർ കൂട്ടിയെന്ന് വിചാരിക്കുക. എവിടെയാ കൂടുക? ഏത് ഡയറക്ഷനിലാ കൂടുക? എവിടെ കൂടുക? ടെമ്പറേച്ചർ കൂട്ടിയ സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ടെമ്പറേച്ചർ കൂട്ടിയ സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? Correct. ടെമ്പറേച്ചർ കുറയ്ക്കാൻ കഴിയും. അപ്പൊ ടെമ്പറേച്ചർ ഡിഗ്രീസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഞാൻ കൂട്ടുമ്പോ എവിടെയായിരിക്കും ടെമ്പറേച്ചർ കൂടുക? പ്രൊഡക്റ്റ് സൈഡിലാണോ റിയാക്ടർ സൈഡിലാണോ കൂടുക? എവിടെയാണ് ഓൾറെഡി ടെമ്പറേച്ചർ കിടക്കുന്നത്? ടെമ്പറേച്ചർ ഉള്ളത് എവിടെയാ? ടെമ്പറേച്ചർ ഉള്ളത് റിയാക്ടർ സൈഡിലല്ലേ? ടെമ്പറേച്ചർ ഉള്ളത് റിയാക്ടർ സൈഡിലല്ലേ? ആ, റിയാക്ടർ സൈഡിൽ. അപ്പൊ ടീച്ചർ ടെമ്പറേച്ചർ വീണ്ടും കൂട്ടുമ്പോ ആരാ കൂടുക? റിയാക്ടന്റ് കൂടാ. യെസ്, കൂട്ടും. ഓക്കെ, റിയാക്ടന്റ് കൂടുമ്പോ സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? കുറയ്ക്കാൻ ശ്രമിക്കും. അതായത് റിയാക്ടന്റ് കൂടുമ്പോ റിയാക്ടന്റ് കുറയ്ക്കാൻ ശ്രമിക്കും. റിയാക്ടന്റ് കുറയണമെങ്കിൽ എന്തുണ്ടാവണം? Product form ചെയ്യണം. അപ്പൊ എന്ത് ഡയറക്ഷൻ വരും? പ്രോഡക്റ്റ് ഫോം ചെയ്യും, ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡിഗ്രീസ്ഡ് ആണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോ എവിടെയാണ് പെട്ടെന്ന് കുറയുക? എവിടെയാ പെട്ടെന്ന് കുറയുക? ഓൾറെഡി കുറവുള്ളത് എവിടെയാ? ഓൾറെഡി കുറവുള്ളത് എവിടെയാ? ടെമ്പറേച്ചർ പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ എവിടെ കുറയാ? എവിടെ കുറയാ? പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ എവിടെ കുറയാ പെട്ടെന്ന്? പ്രൊഡക്റ്റ് സൈഡിൽ കുറയും. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ എവിടേക്ക് ഉണ്ടാവണം? എവിടെ ടെമ്പറേച്ചർ കൂടുതൽ എവിടെ കിടക്കണേ? കൂടുതൽ എവിടെ കിടക്കണേ? ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ? പ്രൊഡക്റ്റ് സൈഡിലല്ലേ? പ്രൊഡക്റ്റ് സൈഡിലോട്ടാണോ കൂടുക? പ്രൊഡക്റ്റ് സൈഡിൽ കുറവല്ലേ കിടക്കണേ? പ്രൊഡക്റ്റ് സൈഡിൽ കുറവല്ലേ കിടക്കണേ? അപ്പൊ ടീച്ചർ ടെമ്പറേച്ചർ ഡിഗ്രീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ടെമ്പറേച്ചർ സിസ്റ്റം കൂട്ടാനല്ലേ ശ്രമിക്കണേ? ടെമ്പറേച്ചർ കൂട്ടാൻ കൊടുക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ കിടക്കണേ? ഏത് ഡയറക്ഷനിലെ കൂടുതൽ കിടക്കണേ? ബാക്ക്വേർഡ് ഡയറക്ഷനിലല്ലേ കൂടുതൽ? യെസ്. അപ്പൊ കുറവാക്കാൻ നോക്കുമ്പോ കുറവിലേക്ക് നടക്കും, കൂടുതലാക്കാൻ നോക്കുമ്പോ കൂടുതലേക്ക് നടക്കും. കേട്ടോ, ആദ്യത്തെ കുറയ്ക്കാൻ നോക്കിയപ്പോ കുറവിലേക്ക് നടന്നു, ഫോർവേഡ് റിയാക്ഷൻ. രണ്ടാമത്തെ കൂട്ടാൻ നോക്കിയപ്പോ കൂടുതലേക്ക് നടന്നു, ഫോർവേഡ് റിയാക്ഷൻ. പകരം എന്ത് നടന്നു? ബാക്ക്വേർഡ് റിയാക്ഷൻ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, സിമ്പിൾ ആണ് പിള്ളേരെ. ടെമ്പറേച്ചർ കൂടുതൽ ടെമ്പറേച്ചർ കുറവെന്നൊന്ന് എഴുതി വെച്ചാൽ മതി. ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ കൂടുതലിന്റെ ഡയറക്ഷനിലേക്ക് നടക്കും, ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ കുറവിന്റെ ഡയറക്ഷനിലേക്ക് നടക്കും. നമ്മൾ എന്ത് ചെയ്തോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്ഷൻ എന്താണ് സിസ്റ്റം ചെയ്യുക. ഓക്കെ ഓക്കെ, ഇനി ടീച്ചർ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അടുത്ത റിയാക്ഷൻ എക്സോതെർമിക്. കേട്ടോ, അതായത് ഹീറ്റ് എന്ത് ചെയ്യുന്നു പിള്ളേരെ? റിലീസ് ചെയ്യുന്നു. ഹീറ്റ് റിലീസ് ചെയ്യുന്നു. അഥവാ എന്താണ്? റിയാക്ടന്റ് എന്ത് ചെയ്യുന്നു പിള്ളേരെ? പ്രൊഡക്റ്റിന്റെ കൂടെ ഹീറ്റ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന്റെ കൂടെ ഡെൽറ്റ എച്ച് നെഗറ്റീവോ ക്യൂ നെഗറ്റീവോ ആവുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ തരാം. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ അവിടെ കൂടുതൽ, ഇവിടെ കുറവല്ലേ? ഇവിടെ കൂടുതലല്ലേ? അപ്പൊ ഞാൻ അത് എഴുതി വെച്ചു. ഹീറ്റുള്ളടത്ത് കൂടുതൽ ഇടുക, ഹീറ്റ് ഇല്ലാത്തോട്ട് കുറവെന്ന് എഴുതുക. ഓക്കെ ഓക്കെ. പറഞ്ഞു കൂട്ടാ. ഡെൽറ്റ എച്ച് പോസിറ്റീവ് നെഗറ്റീവ് അതെങ്ങനെയാ വരാ? അതായത് എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ക്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് പ്രോസസ്. അതായത് ഹീറ്റ് പോകുന്നു. എച്ച് എന്ന് വെച്ചാൽ എനർജി, ഹീറ്റ് ആണ്. ഹീറ്റ് പോകുന്നു, മൈനസ് എച്ച് മൈനസ് എക്സ് എന്താ തെർമിക്. ഹീറ്റ് വരുന്നു, എച്ച് വരുന്നു, അപ്പോ എൻഡോതെർമിക് പോസിറ്റീവ്. ഓക്കെ കേട്ടാ? ഓക്കേടാ പേര്. യെസ്.
ഡയറക്ഷൻ പിള്ളേരെ ഡയറക്ഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പിള്ളേരെ? ഞാൻ എന്തോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സിസ്റ്റം എന്ത് ചെയ്യൂടെ പിള്ളേരെ? സിസ്റ്റം എന്ത് ചെയ്യും? ഡിഗ്രീസ് ദ ടെമ്പറേച്ചർ അല്ലേ? ഞാൻ ഇൻക്രീസ് ചെയ്യുമ്പോ സിസ്റ്റം എന്ത് ചെയ്യൂടാ? ഡിഗ്രീസ് ചെയ്യും, ഉറപ്പല്ലേ? അപ്പൊ ഡിഗ്രീസ് എന്ന് പറഞ്ഞ സംഭവം, കുറവ് എന്ന് പറഞ്ഞ ഭാഗം എവിടെ കിടക്കണേ? കുറവ് എവിടേക്കാ കിടക്കണേ? കുറവ് എവിടേക്കാ? പ്രൊഡക്റ്റ് സൈഡിൽ നിന്ന് ബാക്കിലേക്കല്ലേ കുറവാവുക? കുറവാവണമെങ്കിൽ പ്രൊഡക്റ്റിൽ നിന്ന് ബാക്കിലേക്ക് നടക്കണ്ടേ? അപ്പൊ എന്ത് റിയാക്ഷൻ നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ടീച്ചർ കുറച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ദ ടെമ്പറേച്ചർ അല്ലേ? അപ്പൊ കൂട്ടണമെങ്കിൽ കൂടുതലേക്ക് നടക്കണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ അല്ലേ? ഇനി ഞാനൊരു ഒരു 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 ട്രിക്ക് പറഞ്ഞിടട്ടെ. ഇത് ഫോർവേഡ് റിയാക്ഷന്റെ ഒരു ട്രിക്ക്. എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഫോർവേഡ് ഡയറക്ഷന്റെ ഒരു ട്രിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാട്ടെ പിള്ളേരെ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എൻഡോതെർമിക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ നോക്കണം മക്കളെ. എന്താണ്? തക്കുടു എന്ന് വിളിച്ചാൽ എന്ത് കേൾക്കും? എൻഡോ എന്ന് കേൾക്കും. തക്കുടു. താന്ന് വെച്ചാൽ എന്താ മക്കളെ? ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ എൻഡോതെർമിക്കിലെ ഫോർവേഡ് റിയാക്ഷൻ കിട്ടിയാ? തക്കുടു എന്ന് കേട്ടോ. തക്കുടു എന്ന് വെച്ചാൽ എന്താ? തക്കുടു എന്ന് വിളിക്കാൻ ഞാനിപ്പോ എന്ത് ചെയ്യാണ്? ഗംഗെ ഒരു തക്കുടോ എന്ന് വിളിക്കാൻ. ഗംഗേനെ കയറി തക്കുടോ എന്ന് വിളിക്കുമ്പോ ഗംഗ എന്ത് ചെയ്യും? എന്തോ ടീച്ചർ എന്ന് വിളിക്കില്ലേ? തക്കുടു എന്ന് പോവാൻ പേര് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ വിളി കേൾക്കില്ലേ? എന്തോ ഒന്ന് വിളി കേൾക്കില്ലേ? അല്ലേ റോസേ? തക്കുടു എന്നൊക്കെ ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കുമോ നമ്മള്? അപ്പോ തക്കുടു എന്ന് പറഞ്ഞ സാധനം ടീച്ചർ ഇത്രയുള്ളൂ. ടെമ്പറേച്ചർ കൂടും കേട്ടോ. തക്കുടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഫോർ ടെമ്പറേച്ചർ. കൂടു മീൻസ് കൂടും. മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ എൻഡോതെർമിക്കില് എന്ത് തരും മക്കളെ? ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായ? അപ്പോ അടുത്തത് തക്കുറ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പോ ടെമ്പറേച്ചർ കുറയും. അപ്പൊ എന്താ മക്കളെ? എക്സോ ഫോർവേഡ് റിയാക്ഷൻ. കൂറ എന്ന് വിളിച്ചാൽ ആരെങ്കിലും എന്തോന്ന് വിളിയേക്കോ? തക്കുറ. ഗംഗേനെ കയറിയിട്ട് ഗംഗേ തക്കുറേ കൂറേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിയേക്കോ? ഞാനൊന്നല്ല കൂറാൻ നമുക്ക് മിണ്ടാണ്ടിരിക്കില്ലേ? അല്ലേ ഗംഗേ? അപ്പൊ തക്കുടൂന്ന് വിളിച്ചാൽ മാത്രമേ എന്തോന്ന് വിളിയേക്കുള്ളൂ. അതായത് എൻഡോതെർമിക് ആകുമ്പോ ടെമ്പറേച്ചർ കൂടുമ്പോൾ മാത്രമാണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ എക്സോതെർമിക്കില് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായോ? അപ്പൊ ആ പെട്ടിയും കള്ളിയും ഒന്നും വരയ്ക്കാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചറെ പറ്റി കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയണത്. മനസ്സിലായ? ഓക്കെ, അപ്പൊ അതാണ് കണ്ടീഷൻ കേട്ടോ. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, ഇനി പ്രഷർ ഇഫക്റ്റ് ആണ് കേട്ടോ പിള്ളേരെ. പ്രഷർ ഇഫക്റ്റ് കേട്ടോ. എന്താണ് പിള്ളേരെ? പ്രഷർ പ്രഷറിന്റെ ഇഫക്റ്റ് നിങ്ങൾ എപ്പോഴും റിലേറ്റഡ് വിത്ത് എന്താണ് മക്കളെ? റിലേറ്റഡ് വിത്ത് നമ്പർ ഓഫ് മോൾസ് ആണ്. റിലേറ്റഡ് വിത്ത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ പ്രഷറിന്റെ ഇഫക്റ്റ് നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കുമ്പോ പ്രഷർ വെച്ചിട്ട് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസിനെയാണ് റിലേറ്റ് ചെയ്യുക. അതായത് പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടും എന്നാണ് അർത്ഥം. പ്രഷർ കൂടുന്ന വെച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പ്രഷറിൽ എന്ത് മാറ്റം വരുത്തുന്നോ അതേ മാറ്റം നമ്പർ ഓഫ് മോൾസിനെയാണ് എഫക്ട് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണ് കേട്ടോ. യെസ്. അപ്പോ ഇതില് ഇന്ന് ആഗ്നസ് ഒക്കെ ഇല്ലേ? ഇതില് ആഗ്നസ് ലീസ് ഒക്കെ ഇല്ലേ? ആഗ്നസിന് പറഞ്ഞ് കേൾക്കാനില്ല. എടാ ഇപ്പോ പ്രഷർ എന്ന് പറയും. ടീച്ചർ പറയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ N2 + 3H2
gives 2NH3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. നിങ്ങൾ ഒരു റിയാക്ഷൻ വന്നിട്ട് അതിന്റെ പ്രഷറിന്റെ ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം NGR NGP കണ്ടുപിടിക്കണം. NGR ഇവിടെ 4 NGP ഇവിടെ 2. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ ഇവിടെ കൂടുതൽ ഇവിടെ കുറവ്. മണ്ടയിൽ ഉണ്ടായാൽ മതി ടീച്ചർ, അത് എഴുതുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, I ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ആൻഡ് മക്കളെ ഡയറക്ഷൻ ഉണ്ട്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എടാ ശ്രദ്ധിച്ചിട്ട് പിള്ളേരെ, ഞാൻ എന്ത് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എവിടെ കൂടും? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എവിടെ കൂടാ? എവിടെ കൂടും? ആര് കൂടും? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആര് കൂടും? ആരെവിടെ കൂടുതലേ? ആരവിടെ കൂടുതലേ? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഉള്ളോടത്ത് കൂടും. NGR കൂടും. NGR കൂടുമ്പോ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഉറപ്പായോ? പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പൊ ഞാൻ കൂട്ടുമ്പോ സിസ്റ്റം കുറയ്ക്കാൻ നോക്കും. അപ്പൊ ഇതിൽ കുറവെന്ന് പറഞ്ഞ ഡയറക്ഷൻ എവിടെ കിടക്കണേ? കുറവെന്ന് പറഞ്ഞ ഡയറക്ഷൻ എവിടെ കിടക്കണേ? കുറവ് എവിടെ കിടക്കണേ? പ്രൊഡക്ട്സ് അല്ലേ. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ എന്താ ഫോർവേഡ് റിയാക്ഷൻ. അത്രേ ഉള്ളൂ. അപ്പൊ ടീച്ചർ പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഞാൻ പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇൻക്രീസ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ കിടക്കണേ? കൂടുതൽ എന്ന് പറഞ്ഞ ടേം എവിടെ കിടക്കണേ? കൂടുതൽ എവിടെ കിടക്കണേ? റിയാക്ടൻസ് സൈഡിലോട്ട്. അപ്പൊ എന്ത് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ. മനസ്സിലായോ? സോ സിമ്പിൾ, സോ സിമ്പിൾ പിള്ളേരെ, സോ സിമ്പിൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. യെസ്. ഇനി അടുത്തൊരു റിയാക്ഷൻ തരാമെന്ന് വിചാരിക്കുക. PCl3 gives PCl2 plus Cl2 ആണെന്ന് വിചാരിക്കാം. ഇവിടെ NGR is equal to 1, NGP is equal to 2. സോ ഇവിടെ കുറവ് കേട്ടോ, ഇവിടെ കൂടുതൽ കേട്ടോ മക്കളെ. ഞാനുണ്ട്, സിസ്റ്റം ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. എടാ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാന് പ്രഷർ കൂട്ടുന്നു. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ നോക്കും. ഓക്കെ, കുറവ് എങ്ങോട്ട് നടക്കൂടാ പിള്ളേരെ? കുറവ് എങ്ങോട്ട് നടക്കും? ഞാൻ പ്രഷർ കൂട്ടുമ്പോ കുറവ് എങ്ങോട്ട് നടക്കൂടാ? സിസ്റ്റം എങ്ങോട്ട് കുറയ്ക്കാൻ ശ്രമിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ. യെസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. കുറവിലേക്ക് നടക്കും. ഞാൻ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ നോക്കുമ്പോ സിസ്റ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രഷർ കൂട്ടാൻ ശ്രമിക്കും. പ്രഷർ കൂട്ടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായി? കൂടുതൽ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവിടെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ. യെസ് മാം. ഓക്കെ. ഇനി അടുത്തത് H2 plus I2 gives 2HI കേട്ടോ. ഇത് NGR 2, NGP 2. സെയിം അല്ലേ? രണ്ടും സെയിം അല്ലേ? പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. നമ്പർ ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റും നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റും സെയിം ആവുമ്പോ എന്ത് ചെയ്യില്ല മക്കളെ? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഒരു ചേഞ്ചും ഇക്വിലിബ്രിയത്തിന് ഉണ്ടാവില്ല. മനസ്സിലായോ? ഒരു ചേഞ്ചും ഇക്വിലിബ്രിയത്തിന് ഉണ്ടാകില്ല. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇത്രേ ഉള്ളൂ കേട്ടോ പിള്ളേരെ, ഇത്രേ ഉള്ളൂ. എടാ നോക്കുക, ഇപ്പോ ടീച്ചർ പറയാണ് ഇൻക്രീസ് ഇൻ പ്രഷർ. ടീച്ചർ പ്രഷർ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോ ലെസ്സർ നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾ ഉള്ളിടത്തേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. കണ്ടോ? ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലെസ്സർ നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾ. ഓക്കെ. ടീച്ചർ ഡിക്രീസിങ് പ്രഷർ ആണെന്ന് വിചാരിക്കുക. ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ഇൻ ഡയറക്ഷൻ ഓഫ് ലാർജർ നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോൾസ്. കേട്ടോ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കണ ടീച്ചർ എന്ത് ചെയ്യാണ്? ഡെൽറ്റ NG ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അതിന്റെ അർത്ഥം നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് അല്ലേ? അപ്പൊ പ്രൊഡക്റ്റ് കൂടുതൽ റിയാക്ടന്റ് കുറവല്ലേ? അല്ലേ?
പ്രൊഡക്റ്റ് കൂടിയിട്ട് റിയാക്ടന്റ് കുറയുമ്പോ ഫോർവേഡ് റിയാക്ഷൻ നടത്തണമെങ്കിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യേണ്ട, പ്രഷർ എന്ത് ചെയ്യേണ്ടി വരും? നമ്മള് പ്രഷർ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് കൂടുതലാണെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ. മനസ്സിലായ? മനസ്സിലായ? ഇല്ല മിസ്. നിങ്ങൾ നോക്കടാ, ഡെൽറ്റ എൻ ജി ഗ്രേറ്റർ ദാൻ 0. അതായത് നിങ്ങൾ നോക്കുക, 2NH3 gives N2 plus 3H2. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ 2ഉം ഇവിടെ 4 ഓക്കെ, ഇവിടെ കൂടുതലല്ലേ? അപ്പൊ ഞാൻ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാ സിസ്റ്റം കുറയ്ക്കാൻ നോക്കില്ലേ? ടീച്ചർ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം കുറയ്ക്കാൻ നോക്കില്ലേ? കുറവ് കുറവ് എങ്ങനെ നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷനിൽ നടക്കുക. മനസ്സിലായ? മനസ്സിലായി. അപ്പോ എത്ര പറയണത്? അതായത് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടുമ്പോ പ്രഷർ കുറയ്ക്കുമ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുക. നോക്കി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഡെൽറ്റ എൻ ജി ലെസ് ദാൻ 0 ആവുമ്പോ NGP ലെസ് ദാൻ NGR ആണെങ്കിൽ പ്രൊഡക്റ്റ് കുറയുമ്പോ പ്രഷർ കൂട്ടുമ്പോഴായിരിക്കും ഫോർവേഡ് റിയാക്ഷൻ കൂടുക. കേട്ടോ, പ്രൊഡക്റ്റ് കുറയ്ക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആവണമെങ്കിൽ ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് കൂടുതലാവണം. പ്രഷർ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻസ് ഉണ്ടാവണമെങ്കിൽ ഗ്യാഷ്യസ് റിയാക്ടന്റ് കൂടുതലായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു 0, NGP ഇസ് ഈക്വൽ ടു NGR ആവുമ്പോ നോ ഇഫക്ട് ഓഫ് പ്രഷർ. കേട്ടോ, ഈ 3 കണ്ടീഷൻസ് ഇങ്ങനെ പഠിച്ച് കഥ അധികം ചെയ്യേണ്ടതാണ്. മീൻസ് അധികം ഇങ്ങനെ പ്രഷർ കൂട്ടി കുറച്ചൊക്കെ സിമ്പിൾ നോക്കേണ്ട ആവശ്യമില്ലാണ്. NGRും NGPയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഐഡന്റിഫൈ ചെയ്താൽ മതി എന്നാണ് പറയണത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇതൊക്കെയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ പിള്ളേരെ. ഇതൊക്കെയാണ് എഴുതി വെക്കേണ്ടത്. ഇതൊക്കെയാണ് സിമ്പിൾ ട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ ട്രിക്സ് ആയിട്ട് ടീച്ചർ പറയുന്നത് ഇതാണ്. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് എക്സാമിന് പോകുന്ന സമയത്ത് ഒന്നിങ്ങനെ ഓടിച്ച് വായിച്ച് നിങ്ങളുടെ മണ്ടയിൽ ഇങ്ങനെ കയറിക്കോളൂ കേട്ടോ. കേട്ടോ പിള്ളേരെ? ഈസി ആയിട്ട് പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് കേട്ടോ, ടെമ്പറേച്ചർ ഇഫക്റ്റ് ടീച്ചർ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻഡോതെർമിക് റിയാക്ഷൻ, എക്സോതെർമിക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടീച്ചർ പറയുന്നത് വെച്ചാല് നിങ്ങൾ നോക്കടാ, ഇഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് ഇനേർട്ട് ഗ്യാസിന് എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാൻ പോവാണ്. ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യണമെങ്കിൽ നോ ഇഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയത്തിൽ എഫക്ട് ചെയ്യില്ല. കേട്ടോ പിള്ളേരെ? ഇക്വിലിബ്രിയത്തിൽ എഫക്ട് ചെയ്യില്ല. ഓക്കെ പിള്ളേരെ? ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക, നമ്മള് എന്ത് ചെയ്യാണ്? ഇനി അടുത്തെന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. A catalyst does not shift the equilibrium in any direction because it is equally forward the forward reaction and backward reaction. കേട്ടോ? ഓക്കെ ആണോ? Okay, miss. ഓക്കെ ആണോ? ഇത് നോക്കിയാണ്ടോ, ഇവിടെ ഇൻക്രീസിങ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇവിടെ എഴുതുന്നുണ്ടോ? ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ടു ഡയറക്ഷൻ ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷനിലേക്ക് ആയിരിക്കും റിയാക്ട് ചെയ്യുക. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോ ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ഡയറക്ഷൻ എക്സോതെർമിക്കിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നേക്കാളും ടീച്ചർ പറഞ്ഞ പോലെ എന്താണ്? ടീച്ചർ പറഞ്ഞ പോലെ എങ്ങനെ പഠിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്? എങ്ങനെ പഠിക്കാൻ നല്ലത്? തക്കുടു എന്താ പിള്ളേരെ? എൻഡോ തക്കുറ എക്സോ. അപ്പോ തക്കുടു എക്സോ. കേട്ടോ, ഈ ഒരു സാധനം നിങ്ങൾ എങ്ങനെയായാലും മറക്കില്ല. ഓക്കെ, മറക്കുവോ? എന്നെ മറന്നാലും നിങ്ങൾ ഇത് മറക്കില്ല. ഓക്കെ ആണോ? Okay, miss. Okay. അപ്പൊ നിങ്ങൾ നോക്കുക, ഇന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ
ഡിസ്കസ് ചെയ്തത് കേട്ടോ. നമ്മളിന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇവിടെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പിള്ളേരെ എന്ത് ചെയ്തു, ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻസ് നോക്കി കേട്ടോ. ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചു. ഇക്വിലിബ്രിയത്തിന്റെ ഫിസിക്കൽ എന്താണ് ഫിസിക്കൽ പ്രോസസ്സിന് എന്താണ് ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി നമ്മള് കേട്ടോ. ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് നോക്കി കേട്ടോ. കെമിക്കൽ പ്രോസസ്സിൽ എന്താണെന്ന് നോക്കി. കെമിക്കൽ പ്രോസസ്സ് കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമ്മള് എന്ത് ചെയ്യാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാനായിട്ട് നോക്കി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെ കെ സി എഴുതാൻ നോക്കി, കെ പി എഴുതാൻ നോക്കി. കെ സി കെ പി റിലേഷൻസ് ചെക്ക് ചെയ്തു നമ്മള്. കെ സി കെ പി റിലേഷൻസ് നോക്കി. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ ഓരോ റിയാക്ഷനെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറുകൾ പഠിച്ചു. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ അപ്ലിക്കേഷൻസ് നോക്കി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളുടെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് കെയുടെ വാല്യൂ അനുസരിച്ച് എങ്ങനെ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ഇക്വിലിബ്രിയം ആണോ. അതുപോലെ റിയാക്ഷൻ കോഷ്യന്റ് ഉപയോഗിച്ചിട്ട് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ റിവേഴ്സിബിൾ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കി. ഈ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്വിലിബ്രിയം അല്ലാത്ത കണ്ടീഷൻസിൽ എന്താണോ റിയാക്ടിന്റെയും പ്രൊഡക്റ്റിന്റെയും റേഷ്യോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ റിയാക്ഷൻ കോഷ്യന്റിൽ വിളിക്കുന്നത്. സോ അതൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ഇത്രയുള്ളൂ. അക്കോർഡിംഗ് ടു ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ the change എന്താ വളരെ എന്താണ് ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ എന്ന്, അക്കോർഡിംഗ് ടു ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ the change in any of the factors that determine the equilibrium condition of a system cause the system to change such a manner to reduce the എന്താണ് counteract that effect of the change എന്ന് പറയാണ്. മനസ്സിലായല്ലേ എന്താണ് ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മള് ഒരു സിസ്റ്റത്തില് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സിസ്റ്റം അതിന് ഓപ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻസ് ആക്കാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്, ഇക്വിലിബ്രിയം പിന്നെ ലേച്ചാർട്ടി പ്രിൻസിപ്പിൾ പറയണതെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ആണോ പിള്ളേരെ? Okay, ma'am. ഓക്കെ. അപ്പോ ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ആക്ച്വലി അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഭാഗം ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ കെമിക്കൽ ഇക്വിലിബ്രിയം ഭംഗിയിൽ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കൺസെപ്റ്റ്. അത് ഭംഗിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അയോണിക് ഇക്വിലിബ്രിയം സെറ്റ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ തരാണെങ്കിൽ ഇടാ കുറച്ച് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. N2 is equal to 3.0 into 10⁻³ molar. O2 is equal to 4.2 into 10⁻³ molar. NO is equal to 2.8 into 10⁻³ molar. Reaction to NO gives N2 plus O2. ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഇഫ് എന്താണ് 0.1 മോള് ലിറ്റർ ഇൻവേഴ്സ് ഓഫ് NO is taken in a closed vessel. ഇത് ഒരു മിനിറ്റ് റിയാക്ഷൻസിന് വലിയൊരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാനുണ്ട് കുറേ നേരം. അപ്പൊ ഇതിന് ടൈം കഴിയും, അത് വേണ്ട കേട്ടോ. നിങ്ങൾ വേഗം ഇത് ചെറിയ ക്വസ്റ്റ്യൻ എടുക്കോ. KP ഫോർ ദ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ പിള്ളേരെ. ഫോളോയിങ് reaction is free at 100,000 Kelvin. CO2 gas plus C gives 2CO. What will be the value of Kc? R is equal to 0.083 liter bar K inverse mole inverse.
ഇതൊന്ന് നോക്കിയാലോ പിള്ളേരെ. CO2 plus C gives 2CO. CO2 gas plus C solid gives CO. ഇത് ഗ്യാസ്. KP തന്നിട്ടുണ്ട്. KP കണ്ടുപിടിക്കാനാണ് പിള്ളേരെ. കേട്ടോ? എടാ KC KP റിലേഷൻ KP തന്നിട്ട് KC കണ്ടുപിടിക്കാൻ പറഞ്ഞു നോക്കിയേ. KP is equal to എന്താ വരിക? KC RT raised to delta NG അല്ലേ? അപ്പൊ KC ഇവിടെ എന്താ വരിക? KP by RT raised to delta NG അല്ലേ വരാടാ? ഓക്കെ അല്ലേ? അപ്പോ KC എന്ന് പറയുന്നത് KP എത്രയാ? 3 by 3 by 6 എത്രയാ പിള്ളേരെ? 0.083 അല്ലേ? 0.083. 0.083 അറൗണ്ട് നമുക്ക് 1/12 എടുക്കാം. 1/12. അപ്പൊ 1/12 വരുമ്പോ 1/12 12 മോളിക്ക് പോയിട്ട് 12 എടുക്കാം. ടെമ്പറേച്ചർ എന്ത് ചെയ്യണം പിള്ളേരെ? 1000 ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 0.083 0.082 അതായത് ആറിന്റെ വാല്യൂ ഉണ്ടല്ലോ, അത് ഫ്രിഷ് ആണ് കേട്ടോ, ഇലക്ട്രിക് ആണ്. ആറിന്റെ വാല്യൂ 0.083 0.082 വരുന്ന സിറ്റുവേഷനിൽ 1/12 ആറിന്റെ വാല്യൂ 8.314 ആയിട്ട് വരുമ്പോ 25/3 കൊടുക്കാം. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഓക്കെ ഇത് നോക്കിയേ. 3 into 12 എത്രയാ? 1/12 ആണോ? 1/12 ആണ് കേട്ടോ. 1/12 1/12 കേട്ടോ. 1/12 ആണ് കേട്ടോ പിള്ളേരെ. ഓക്കെ മിസ്. നോക്കിക്കേ എന്താ ആൻസർ വരിക? 3 into 12 എത്രയാ? 3 into 12 എത്രയാ? 36. 36. സോ 36/1000 അല്ലേ? അപ്പൊ 36/1000 അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ 3.6 into 10⁻²- -2 അല്ലെങ്കിൽ 36 into 10⁻³ എന്നൊക്കെ എഴുതാം കേട്ടോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ. അപ്പൊ ആറിന്റെ വാല്യൂക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ കേട്ടോ. ആറിന്റെ വാല്യൂക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ചാപ്റ്റർ മറ്റൊരു ദിവസം ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.